Everyone open your Bible in this evening. We are studying book of Revelation chapter 20 verse 4 and 5. വിശുദ്ധ വെളിപ്പാട് 24:5 വാക്യങ്ങൾ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെയുമായ ആത്മാക്കളെയും ഞാൻ കണ്ടു. അടുത്ത വാക്കാണ് നമ്മുടെ പ്രഭാഷണം. അവർ വായിച്ചിട്ട് അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അതാണ് 1000 ആണ്ട് വാഴ്ച എന്ന അനുഗ്രഹീത ഒരു പ്രഭാഷണം. ഇന്നത്തെ ലോക സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തൊട്ടുവെച്ചത് വെളിപ്പാട് 24:5. ഞാൻ ന്യായാസനങ്ങളെ തുറന്നു, മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും അതിൻ്റെ മുദ്രയോടും അതേൽക്കാതെ അറുക്കപ്പെട്ട രക്തസാക്ഷികളുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ക്രിസ്തുവിനോട് ചേർന്ന് 1000 ആണ്ട് വാണു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കാന്തൻ്റെ വരവ് 1000 ആണ്ട് വാഴ്ചയിൽ എടുക്കപ്പെടുന്ന മണവാട്ടിയുടെ യോഗ്യതയെ പറ്റി ഇന്ന് രാത്രി ഒരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. വലിയ സന്തോഷമൊന്നും വെള്ളറടക്കാർക്കില്ല. കുഞ്ഞുങ്ങൾ നല്ല പാട്ട് പാടി ദൈവസന്ധിയിൽ നല്ല ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തു. പലർക്കും വലിയ സന്തോഷമില്ല. കുഞ്ഞുങ്ങളെ, ഇത് കേരളത്തിൻ്റെ തെക്കേറ്റം തൊട്ടടുത്ത് പോയാൽ തമിഴ്നാട്, വടക്കേറ്റത്ത് ഒരു മണ്ഡലമുണ്ട്, അതിൻ്റെ പേരാണ് വയനാട്. വയനാടിൻ്റെ പ്രത്യേകത ഏവർക്കും അറിയാം. വയനാടിൽ വളരെ ദാരുണമായൊരു സംഭവം നിങ്ങൾ കണ്ടല്ലോ കുഞ്ഞുങ്ങളെ. വയനാടിൻ്റെ ഓരോ മണ്ണിലും അസംബ്ലീസ് ഓഫ് ഗോഡിനോടുള്ള ബന്ധത്തിൽ പുൽപ്പള്ളിയും സുൽത്താൻ ബത്തേരി മീനങ്ങാടിയും അമ്പലവയൽ CSIയും ഇപ്പുറത്ത് വരുമ്പോൾ ബാണാസുര സാഗറും, അത് കഴിഞ്ഞ് തിരുനെല്ലിയും കൽപ്പറ്റയും മാനന്തവാടിയും, അവസാനമായി ഞാൻ പോയത് മേപ്പാടിയിൽ. ആ കണ്ടക 4 മലകളെ മേപ്പാടി താഴെ നോക്കുമ്പോൾ കാണുന്നത് 1 മുണ്ടക്കൈ, 2 ചൂരമല, അടുത്തത് വെള്ളാർമല, 4ാമത്തെ മല പുത്തുമലയാണ്. മനോഹരമായ കാഴ്ചയാണ്. ഒരു രാത്രി 11:30 എല്ലാവരും സമാധാനത്തോടെ ഇറങ്ങി. വീട്ടുകളിനകത്ത് മൊബൈലും ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിച്ചവർ കിടന്നുറങ്ങി. പക്ഷേ അറിഞ്ഞില്ല 11:30 ഒരു സംഭവം ഉണ്ടായി. 4.5 റിക്ടർ സ്കെയിലിൽ മേപ്പാടി ഒന്ന് കുലുങ്ങി. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാടം പോലെ ആടും, വിറയ്ക്കും, വീഴും. അത് എഴുന്നേൽക്കയില്ല. 4.5 വലിയ കുലുക്കമൊന്നുമില്ലായിരുന്നു. പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന സൗണ്ട്. 1.5 മണിക്ക് സംഭവിച്ചത് രണ്ടാമത്തെ സംഭവം. 4 മലകൾ പടപട ഉരുൾപൊട്ടി. ആനപ്പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ചെറിയുന്നത് പോലെ ആയിരക്കണക്കിന് വീടുകൾ വയനാടിനകത്ത് വീണു. എൻ്റെ വിഷയം അതല്ല. ഇന്ന് വയനാട് പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ 400 പേർ മരിച്ച റിപ്പോർട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 78 പേരുടെ ശരീരത്തിൻ്റെ അസ്ഥികൾ പോലും കാണുവാനില്ല. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് നിലമ്പൂർ പോത്തുകലിൽ കൂടി ഒരു പുഴയൊഴുകുന്നു. അതിൻ്റെ പേരാ ചാലിയാർ പുഴ. 2ാം ദിവസം രാവിലെ കണ്ടത് വയനാട് ചൂരമലയിലും മുണ്ടക്കയത്തും വെള്ളവലയിലും ഉറങ്ങിയവരുടെ കൈവേറെ കാല് വേറെ, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഒരു മീനെ കോരിയെടുക്കുന്നത് പോലെ മനുഷ്യനെ കോരിയെടുക്കുന്ന കാഴ്ച കണ്ടു. ഇന്ന് വൈകിയ വേളയിൽ മുട്ടച്ചലിരിക്കുന്ന ദൈവമക്കൾ ഇവിടെ അമ്പൂരിയോ തേക്കുപാറയോ ഒക്കെ ഒന്ന് കുലുങ്ങാമായിരുന്നു, അല്ലെങ്കിൽ ആയിരങ്ങൾ ഇവിടെ വീഴാമായിരുന്നു. അതിൻ്റെ നടുവിൽ എൻ്റെ കണ്ണിന് കണ്ണുനീരിന് കാലിന് വീഴ്ചയെന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച ക്രിസ്തുവിന് ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നത് എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? എനിക്ക് വീട് തന്നിട്ടല്ല, കാർ തന്നിട്ടല്ല, കമ്പ്യൂട്ടർ തന്നിട്ടല്ല, കുറച്ച് പണം അക്കൗണ്ടിൽ തന്നിട്ടല്ല. 2023 കണ്ടവർ 24 കണ്ടില്ല. ബ്രദർ സിസ്റ്റർ, 24 കണ്ടവർ ഡിസംബർ മാസം ഇന്ന് കാണാതെ ഇരിക്കുമ്പോൾ ആദ്യ ആഴ്ചകളിൽ അപ്പാ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് മുട്ടച്ചലിനകത്ത് വന്ന ദൈവത്തെ സ്തുതിക്കുക. മഹാദൈവം എനിക്ക് ഒരവസരം തന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിലെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി ആരാധനയിൽ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. നയിൻ്റെ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ വിധവയാകുന്നതിന് മുമ്പ് അവൾക്ക് സുന്ദരനായൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് തൻ്റെ പ്രിയപ്പെട്ടവൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. 9 മാസവും 9 ദിവസവും 9 വിനാടികയും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ നോച്ച് ആശകളും ആശങ്കകളും ആകുലകളും നിവർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാത്ത യാമത്തിൽ ആ കുഞ്ഞിനെയും മരണം പിടിച്ച് അമ്മയ്ക്ക് എന്തെന്നറിയത്തില്ല. സെമിത്തേരിക്ക് വേണ്ടി പണം കൊടുത്തു. കുഴിവെട്ടുന്നവർക്ക് സന്തോഷം, ശവം ചുമക്കുന്നവർക്കും വലിയ സന്തോഷമുണ്ട്, അവർക്ക് പണം കിട്ടുമല്ലോ. എന്നാൽ നൊന്ത് പ്രസവിച്ച അമ്മയുടെ വേദന ഒരുവൻ കാണുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി പ്രതിസന്ധികളുടെ നടുവിൽ ഈ ഗ്രൗണ്ടിനകത്ത് നീ ആരാധിക്കുന്നുവെങ്കിൽ നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കുക. നിന്റെ മരിച്ച വിഷയത്തിനകത്ത് മറുപടി തരുവാൻ ഇന്ന് രാത്രി നയിൻ്റെ പട്ടണത്തിലെ വിധവയുടെ മകനെ തൊട്ട് ഒരു കരം ഇന്ന് രാത്രി ഇന്ന് രാത്രി ചലിപ്പിക്കാത്തതിനെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ദൈവം, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കുവാൻ കഴിയുന്ന ദൈവം, മരിച്ച ജീവിതങ്ങളെ
ഞങ്ങളെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവം ചാവാറായ ശേഷിപ്പുകളുടെ മേൽ കരം തൊടുമ്പോൾ ഇന്ന് രാത്രി അത് ജീവനുള്ളതായി മാറ്റുക. നയിൻ്റെ പട്ടണത്തിലെ വിധവയുടെ മകനെ തൊട്ട ദിവ്യ കരം ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് കുഞ്ഞുങ്ങളെ തൊടുന്ന രാത്രിയായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പർദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ആഗതനായിരിക്കുന്നതിനാൽ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന മക്കളുടെ പ്രയാസങ്ങൾ മാറുവാൻ അടിപ്പിണറിൻ്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. മുട്ടച്ചൽ ദേശം അപ്പൻ്റെ കരങ്ങളിൽ തരുന്നു. ഈ പട്ടണത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നാനാജാതി മതസ്ഥർ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കൂലിവേലക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവവേല ചെയ്യുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ ദേശത്തിന് ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ഇന്ന് രാത്രി പാരമ്പര്യത്തിൻ്റെ കാട്ടത്തേക്ക് തരുന്ന സക്കായി യേശുവിനെ കണ്ടപ്പോൾ താഴെ ഇറങ്ങിയതുപോലെ 2024 ഡിസംബർ മാസം ഈ വചനവും ആരാധനയും പെയ്തിറങ്ങുമ്പോൾ ചില പാരമ്പര്യത്തിൻ്റെ കാട്ടത്തികൾ മുറിച്ചുകൊണ്ട് അബ്രഹാമിൻ്റെ പുത്രനായ സക്കായിയുടെ വീട്ടിലേക്ക് രക്ഷ വന്നതുപോലെ 2024 ചില കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി കരമുയർത്തുന്ന രാത്രിയായി മാറട്ടെ. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം അങ്ങ് കാത്തുകൊള്ളണം. വന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയാൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ ഈ രാത്രി തിരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ രാത്രിയും ഉയരുത്. ക്രൂശിക്കപ്പെട്ട നാഥൻ്റെ നാമം മാത്രം ഉയരണം. പ്രിയ പിതാവേ, വടക്കൻ ജില്ലകളിൽ മഴ പെയ്യുന്നു. 2 ദിവസം കൂടെ ഞങ്ങളുടെ യോഗം നീണ്ടുപോകുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് മാനിക്കണമേ. ഈ ദേശത്തോട് അങ്ങ് കരുണ കാണിക്കണം. അടുത്ത ദിവസങ്ങളിലെ യോഗങ്ങൾ ഏറ്റവും അനുഗ്രഹമാണ്. കുഞ്ഞുങ്ങളെ ഈ രാത്രി വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വം പുകഴ്ചയും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും വിശുദ്ധ വചനത്തിലേക്ക് വന്നാട്ടെ. ശ്രദ്ധയോടെ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 262 അധ്യായങ്ങളുമായി പുതിയ നിയമസഭയുടെ സുവിശേഷത്തിൻ്റെ പരമ്പരകൾ ആരംഭിക്കുന്നു. ആദ്യത്തെ 4 സുവിശേഷങ്ങൾ മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ദാസത്വവും ദൈവത്വവും മനുഷ്യത്വവും പുത്രത്വവും വെളിപ്പെടുത്തുന്നു. 4 കാര്യങ്ങൾ 5 കാര്യങ്ങളായിട്ട് വിവരണം കൊടുത്തുകൊണ്ട് സുവിശേഷങ്ങളുടെ സംഗ്രഹം. 1 യേശുക്രിസ്തുവിൻ്റെ ജനനവും, 2 നാഥൻ്റെ ജീവിതവും, 3 അവൻ്റെ മരണവും, 4 ഉയർത്തെഴുന്നേൽപ്പ്. 5-മതൊരു ഭാഗം ആരും പ്രതിപാദിക്കാറില്ല. അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരുമെന്ന് സുവിശേഷത്തിൽ. 2 തിരുസഭയുടെ ചരിത്രം. അപ്പോസ്തലൻ ഹല്ലേലൂയ ലൂക്കോസ് വൈദ്യനിൽ കൂടി രേഖപ്പെടുത്തിയത് അപ്പോസ്തല പ്രവൃത്തി തിരുസഭയുടെ ചരിത്രം. 3 തിരുസഭയെ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ പരിശുദ്ധാത്മാവ് ലേഖകന്മാരുടെ നാവിൽ കൂടി ചലിച്ചു തുടങ്ങി. കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ വളരെ വ്യക്തമായി റോമയും കോരിന്തിയും തെസലോനിക്കയും തിമോഥെയോസും എബ്രായരും എഫേസ്യയുമെല്ലാം വരച്ചു കാട്ടുന്നു. രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുമാനിരിക്കുന്ന ഉലകത്തിൻ്റെ അവസാനത്തിൻ്റെ ചാലുകൾ 3-ാം ഭാഗത്തിൽ അവസാനിക്കുമ്പോൾ 4-ാമത്തെ ഭാഗം വരുമ്പോൾ എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും മേലാൽ സംഭവിക്കുന്ന കാര്യങ്ങളും മരണാനന്തര ന്യായവിധിയുടെ ചുരുളുകൾ 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും യാക്കോബും യൂദയും. യൂദയവസാന പരിസമാപ്തിയിൽ ഇങ്ങനെ ദൈവസഭയുടെ ഭാവികാല പ്രത്യാശയെ പറ്റി ഒരു പാട്ട് പോലെ പാടുന്നു. ആദം മുതൽ 7-ാമനായ ഹാനോക്ക് പ്രവചിച്ചു, കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അരുമയാണ് എന്ത് നാൾക്കളിലെ ബാലിബർ ഒരു പാടലെ കൊടുക്കുന്നത്. പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിനുശേഷം വചനം വിട്ട് ചലിക്കുന്നവരുടെ ന്യായവിധി, മദ്യപാനം, പുകവലി, പകപിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക, ജഡമോഹം, കൺമോഹം, ലോകത്തിലെ ഫേസ്ബുക്കും വിമർശനങ്ങളും പോസ്റ്റുമായി നിൽക്കുന്ന സകലരെയും ന്യായം വിധിക്കുവാൻ ഏകനും ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ. നാം ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. നല്ല കാലങ്ങളെല്ലാം പഴയ മനുഷ്യർ പറയുന്നത് പോലും അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൽ ഓരോ ദിവസവും പകർച്ചവ്യാധികളുടെ പെരുമഴ വന്നുകൊണ്ടിരിക്കുക. എംപോക്സിൻ്റെ പൂർണ്ണരൂപമായ മങ്കി പോക്സും, അത് കഴിഞ്ഞ് ഷിഗല്ലയും, അത് കഴിഞ്ഞ് ഈക്കോളയും, അത് കഴിഞ്ഞ് സൽമോളൻ്റെയും, അത് കഴിഞ്ഞ് വെസ്നിൽ പനിയും, അമീബ മസ്തിഷ്ക ജ്വരവും എല്ലാം എന്നും പത്രങ്ങളിൽ ആഞ്ഞടിക്കുന്നു. ഒരുപക്ഷെ ഭാവി കാലത്ത് മനുഷ്യൻ്റെ തൊക്കിനെ പിടിച്ചുകൊണ്ട് അനവധി പേർക്ക് മരണത്തിലേക്ക് കൊണ്ടുവന്ന
തന്നെ ബ്ലഡ് റിലേറ്റഡ് റിയാക്ഷൻസ് വരുന്നു, അഥവാ മഹാവ്യാധികൾ പുറകെ വരാൻ സാധ്യത. അത് കാണുമ്പോൾ ജനങ്ങൾ ആരാധനാലയങ്ങൾ ഉപേക്ഷിക്കുക, ഉപദേശിമാർ ദൈവ ശുശ്രൂഷകൾ വിട്ട് പഴയ പാതകളിലേക്ക് പോകുവാനും സാധ്യത കണ്ട്. അത് കണ്ട് യൂദ ആത്മീയമായ അവസാന ഭാഗങ്ങൾ വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോട് നിത്യതയിലെത്തിക്കുന്ന നാഥൻ്റെ വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആകുലങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും യുദ്ധങ്ങളും ഒക്കെ കാണുമ്പോൾ മുട്ടുമടക്കി അവരുടെ അറയിൽ കടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ആമീൻ, കർത്താവായ യേശുവേ വരയണമേ. അവർക്ക് വേണ്ടി വിശുദ്ധ വെളിപ്പാടിൻ്റെ അവസാന ഭാഗം യോഹന്നാനോട് സ്വർഗം പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. വെള്ളറടയിൽ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, മുട്ടച്ചെല്ലിൽ അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, കൂടിയാ നീ പിന്നെയും കൂടിച്ചോട്ട്. നീതിമാന്മാരും വിശുദ്ധന്മാരുമായ ദൈവസഭയെ കാന്തൻ്റെ വരവിന് വേണ്ടി ഉണർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരോട് ദൈവം കൊടുക്കുന്ന പ്രത്യാശ സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. ഇന്നലെ രാത്രി ഞാൻ വിശ്വസിക്കുന്നു സുവിശേഷത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി കർത്താവിൻ്റെ ദാസൻ ഷമീർ കൊല്ലം പറഞ്ഞു കാണും. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കുഞ്ഞാടാകുന്ന ക്രിസ്തു അറുക്കപ്പെടുന്നു. അതിനുശേഷം ലോകത്തിൻ്റെ ഭരണകൂടങ്ങൾ റോമാക്കാരുടെ കയ്യിലായിരുന്നല്ലോ ഭരണം. നീചന്മാരും ക്രൂരന്മാരും മനുഷ്യരെ പീഡിപ്പിക്കുന്നതിൽ അഗ്രഗണ്യന്മാരുമായ ചക്രവർത്തിമാർ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർക്കെല്ലാം ക്രൂരമായ ന്യായവിധികളെ പകർന്നു കൊടുത്തു. AD 37 കാലഘട്ടത്തിൽ ഭക്തനായ സ്തേഫാനോസിൻ്റെ മേൽ ക്രൂരമായ ന്യായവിധി വരുന്നു. പടപടാ പൗലോസിൻ്റെ കയ്യിൽ ഉരുളൻ കല്ലുകൾ വീണുകൊണ്ട് അവസാന ശ്വാസത്തിൽ അവൻ ചക്രശ്വാസം വലിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളൊന്ന് ഉയർത്തുമ്പോൾ സ്വർഗം ഒരു നല്ല കാഴ്ച കാണിച്ചു. സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച. അപ്പച്ചമ്മച്ചി ഇവിടുത്തതെല്ലാം താൽക്കാലികമാ, കാണാത്തതൊന്നും നിത്യമാ. മനസ്സിലാകുന്നവർക്കായി കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമുണ്ടെന്ന് അവസാന സ്തേഫാനോസിൻ്റെ കല്ലുകൾ തെറിക്കുമ്പോൾ സ്വർഗം അവനെ കാണിച്ചു. അതിൻ്റെ പ്രത്യേകത ഞങ്ങൾ പറയും, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. നീ വെള്ളറടയിൽ ഓടിയതും അധ്വാനിച്ചതിനുമായി ഉയരത്തിൽ നിനക്കൊരു പ്രതിഫലമുണ്ട്. അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ശൗൽ ഒരുവനെ കൈകാര്യം ചെയ്യുവാൻ യാത്രയായി. അവൻ്റെ പേര് അനുഗ്രഹിക്കപ്പെട്ട ഉപദേശിയായ അനന്യാസിനെ കൈകാര്യം ചെയ്യുവാൻ ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കോസ് പട്ടാപ്പകൽ ഒരു യാത്ര. വെള്ളക്കുതിരയ്ക്കകത്ത് നല്ല പടയാളികളും കീശയിൽ കാശുമയൊക്കെ ബോട്ടീശമനും തൂക്കുമായിട്ടൊക്കെ യാത്രയായി. അവന് പിടികിട്ടി ഈ പോക്കൽ അനന്യാസിനെ തട്ടിക്കള്. ആ സമയത്ത് സ്വർഗത്തിൻ്റെ ഒരു ശബ്ദം അവൻ്റെ കണ്ണപിടങ്ങളിൽ പതിച്ചു, ശൗലേ ശൗലേ നീ ഉപദ്രവിക്കുന്നതാരെ? സ്വർഗത്തിൻ്റെ ടോർച്ചടി അവിടെ കിട്ടി. പടപട പാഞ്ഞു പോകുന്നവൻ താഴെ വീണു പോയി. ഇന്ന് രാത്രി നിൻ്റെ പണം കൊണ്ട് നീ സന്തോഷിക്കരുത്, നിൻ്റെ ബഹുമാനം കൊണ്ട് നീ സന്തോഷിക്കരുത്. കീശയെ കാശുണ്ടായാലും ഭരണകൂടം നിനക്ക് അനുകൂലമായാലും AK-47 തോക്കുണ്ടായാലും വെള്ളറടയിലെ മൊട്ടച്ചല അച്ചായ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരടി കിട്ടിയാൽ നീ താടിയാ. നികളികളെ വെട്ടിക്കളയുന്നവനാ സ്വർഗത്തിലെ ദൈവ. പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് ദൈവവേലയ്ക്കെതിരെ പോരാടിയാൽ നിനക്കെതിരെ ന്യായവിധിയുണ്ടെന്ന് പട്ടാപ്പകൽ ശൗലിനെ മേൽ അടിക്കുവാനുള്ള സ്വർഗത്തിൻ്റെ ന്യായവിധിയുടെ കരമിറങ്ങി വരാതിരിപ്പാൻ ദൈവമക്കൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാകട്ടെ. ഇതാ കിടക്കുന്നു. അവന് പിടികിട്ടി ഇനി വാസനോ ചൈതന്യമോ കരമന ആരാധനയോ നടക്കത്തില്ല. അവനെ താങ്ങി തൂങ്ങിക്കൊണ്ടവർ എവിടെ കൊണ്ടുപോയെന്നറിയാമോ? നേർവീതിയിൽ തർശോഷുകാരൻ്റെ യൂദയുടെ വീട്ടിൽ ആരോടും ആലോചിച്ചില്ല, സഭയോടും സെൻറ്ററിനോടും ആരോടും ആലോചിക്കാതെ അവൻ പടപട കണ്ണുനീരോടെ പുൽപ്പായ്ക്കകത്ത് കരയുമ്പോൾ സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി അനന്യാസിനെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. അനന്യാസ്, പടപട പഴയ MIT സ്കൂട്ടറുമായി യാത്രയാകണം. ശൗലിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചവന് കാഴ്ച കൊടുക്കണം. അപ്പോൾ അനന്യാസ് നല്ല ഉപദേശിയായിരുന്നു. ഞങ്ങളുടെ സ്വഭാവം തന്നെ സ്വർഗത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവസഭയ്ക്കെതിരെ ഒത്തിരി അവൻ പോരാട്ടം അയച്ചത്. നമ്മുടെ കൺവെൻഷൻ്റെ ഫ്ലക്സ് കൊണ്ടുപോയി അടുപ്പിനകത്ത് വെള്ളമനത്തിയത്. അത് കഴിഞ്ഞിട്ട് വെള്ളറടിയിലെ സകല പോസ്റ്റലും കരിയായിലടിച്ചത്. കഴിയുമെങ്കിൽ ഒരു 6 മാസം അവൻ കാഴ്ചയില്ലാതിരിക്കട്ടെ. കണ്ടോ ഉപദേശിമാരുടെ അകത്തളങ്ങളിൽ വരുന്ന വാക്കുകൾ. അത് കഴിഞ്ഞപ്പോൾ സ്വർഗം പറഞ്ഞു, അതൊന്നും നീ അറിയണ്ട, പോകണം. പടപടാവൻ യാത്രയാൽ കഴിഞ്ഞ 3 ദിനങ്ങൾക്ക് മുമ്പ് തന്നെ കൈകാര്യം ചെയ്യുവാൻ മൂർച്ചയേറിയ ആയുധങ്ങളുമായി വന്ന ചെറുപ്പക്കാരനായ ശൗലിൻ്റെ മേൽ അവൻ കരം വെച്ച് ഒരു വിളിച്ചച്ചായ അമ്മയെ. വിളിയുടെ പേരാ ശൗലേ സഹോദര. ഇന്ന് രാത്രി തകർക്കാൻ വരുന്നവൻ്റെ തലയെ നോക്കി കരമുയർത്തി സ്നേഹത്തോടെ വായ്പോടെ ചേർത്ത് പിടിക്കുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശുവിൻ്റെ നാമം. അത് ഏറ്റെടുത്തവൻ പ്രതിസന്ധിയുടെ നടുവിൽ തൻ്റെ ശത്രുവിൻ്റെ തലയിലും കരം വെച്ച് പറയും, ശൗലേ സഹോദര. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് രാത്രി മുട്ടച്ചലിൽ നമ്മെ ആർ വേർപിരിക്കും. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ. അത് കേട്ടപ്പം തന്നെ ആർക്കാ? ശൗലിന് പകുതി സൗഖ്യമായി കാണും. സന്തോഷമില്ലല്ലോ, കാഴ്ച കിട്ടിയില്ലല്ലോ. ഞങ്ങളുടെ ഉപദേശിമാരുടെ ഭാഷയിൽ ഇവിടെ എല്ലാം ഇരിക്കുന്ന എൻ്റെ കൂട്ടുവേലക്കാർ, അതുകൊണ്ട് ഇച്ചിരി കടന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഞങ്ങളുടെ ഉപദേശിമാർ ചില രോഗികളെ കാണാൻ പോകുമ്പോൾ ഒരു കാര്യമുണ്ട്, മരിച്ച എത്ര പേരെ ലിസ്റ്റ് പറയും. ദയവ് ചെയ്ത് അത് പറയരുത്. സ്വോത്രം. രോഗി കിടക്കുന്നിടത്ത് എന്നിട്ട് 4 പേരെ കർത്താവ് വിടുവിച്ച സാക്ഷ്യം പറയണം, പകുതി സൗഖ്യം കിട്ടും. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അതാണ് അനന്യാസ് ശൗലിനെ വിളിച്ച സഹോദര. അവൻ പ്രാർത്ഥിച്ചു. അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പലുകൾ താഴെ വീണു. ചെതുമ്പുകൾ താഴെ വീണ് കാഴ്ച കിട്ടിയവൻ ചോദിച്ചൊരു കാര്യമുണ്ട്, ഉപദേശി എന്ത്
എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, നീ രക്ഷിക്കപ്പെടണം, കർത്താവിനെ രക്ഷിതാവ്. പിന്നെന്ത് ചെയ്യണം? നീ മാനസാന്തരപ്പെടണം, പഴയ വണ്ടിയിൽ നിന്ന് മാറിക്കയറണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം? പഴയ പാപങ്ങളെ മുടിയൻ പുത്രൻ ഓർത്ത് അനുദപിച്ചതുപോലെ നീ അനുദപിക്കണം. അവിടെ കൊണ്ട് അവസാനിക്കണോ? വേണ്ട. അതിനപ്പുറത്ത് നമുക്ക് സന്തോഷമുണ്ട്. നെയ്യാറിൽ കലക്കവെള്ളം പന്തലുണ്ട്, അവിടം വരെ പോകണം. അതിനകത്ത് നീ കലക്കവെള്ളത്തിൽ സ്നാനമേൽക്കണം. മനസ്സിലാകുന്നവർക്ക് സ്നാനമേറ്റ നീ എന്ത് ചെയ്യണം? വെറുതെ വീട്ടിനകത്തിരിക്കാതെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. സ്വോത്രം. ആരാധിക്കുന്ന നീ തിരുമേശയിൽ പങ്കാളിയാകണം. കാന്തൻ്റെ വരവ് വരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഇതാ അനന്യാസിൻ്റെ ശക്തമായ ഉപദേശം. ഈ പ്രാപിച്ചവരെ ചേർക്കാൻ ആ കാന്തൻ മധ്യാകാശത്തിൽ വരുന്നത്. വചനം മനസ്സിലാകുന്നവർക്ക് മുട്ടച്ചൽ കൺവെൻഷനകത്ത് പരിശുദ്ധാത്മാവ് വചനപ്രകാരം നിന്റെ കണ്ണുകൾ ഇന്ന് രാത്രി തുറന്ന ജീവന്റെ പുസ്തകത്തിനകത്ത് കയറിയാൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മശക്തിയിൽ ആരാധിച്ച് തിരുമേശയിൽ പങ്കാളിയായി ക്രിസ്തീയ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരും. പൗലോസിന്റെ ശിക്ഷാവിധി ആ കാലഘട്ടത്തിനകത്ത് ഓസ്ട്രേലിയക്കകത്ത് വലിയൊരു കാരാഗ്രഹത്തിനകവനായിട്ടിരിക്കുക. അവൻ്റെ 2 പ്രിയ പൈതലുണ്ടായിരുന്നു. അവരുടെ ഒരുവനായിരുന്നു തിമോത്തിയോസും മറ്റവൻ ഒനേസ്യം. പാറശാലയോ കളിക്കാവളിയോ മാർത്താണ്ഡത്തോ ഒക്കെ സുവിശേഷത്തിൻ്റെ പ്രതികൾ കൊടുക്കാൻ പോകുമ്പോൾ ഒരു ശനിയാഴ്ച വൈകിട്ട് ഒരു പടയാളി ഒരു ചുരുൾ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിനകത്ത് കൊടുത്തു. നാളെ പ്രഭാതവേളയിൽ ഓസ്ട്രേലിയ ചന്തയിൽ പടപട ചില അറബ് രാജ്യങ്ങളിൽ നിന്നും ക്രൂരമായ ശിക്ഷ മനുഷ്യൻ്റെ കയ്യും കാലും വെട്ടുന്നത് പോലെ താങ്കളുടെ കൈകാലുകൾ വെട്ടു. അവൻ ആരോടും പറയുവാനില്ല. പട്ടാളക്കാർ നീചന്മാർ. ഈ കുഞ്ഞുങ്ങളെവിടെയോ ലഘുലേഖയോ ട്രാക്ടോ മറ്റത്ത് കൺവെൻഷോ ഒക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപദേശിയെ കാണാതെ ഇരിക്കുമ്പോൾ അവരുടെ ഹൃദയം ഒരു മറുപടി കൊടുക്കണമല്ലോ. സ്വർഗം അവന് കാണിച്ചു കൊടുത്തു. ചിരട്ടയ്ക്കകത്ത് അക്കാലത്ത് കിട്ടിയ വെള്ളവും ജയിലിൻ്റെ സൈഡിൽ കിടന്ന് എവിടുന്ന് ഒരു തുണ്ട് കരിക്കട്ട എടുത്ത് അച്ചായ അമ്മാമ്മയെ ഭിത്തിക്കകത്ത് ഒരു വാക്യം എഴുതി. കുഞ്ഞുങ്ങൾ മടങ്ങി വരുമ്പോൾ സെല്ലിനകത്ത് കണ്ണിമച്ചകത്തേക്ക് നോക്കുമ്പോൾ വായിക്കേണ്ട വാക്യം ഇതാ: കുഞ്ഞുങ്ങളെ ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മടങ്ങി വരുമ്പോൾ ഈ നീചന്മാരെന്നെ കാലപുരിക്ക് അയച്ചെന്ന് ഇവിടെ എഴുതി വെച്ചാലും എനിക്കൊരു പ്രത്യാശയുണ്ട്. എനിക്കും നിങ്ങൾക്കും നീതിയുടെ കിരീടവുമായി കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതിനുശേഷം റോമിൻ്റെ ഭരണകൂടം ധന്യനായ പത്രോസ്ലീഹ അവനെ നേരെ ക്രൂശിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞതെന്തോ? തല കീഴായി ക്രൂശിക്കുവാൻ, അതിൻ്റെ ചെരുപ്പിൻ്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇന്ത്യയുടെ മണ്ണിൽ വന്ന തോമാസ് അപ്പോസ്തലൻ AD 72 ഇവിടെ വധിക്കപ്പെടുന്നു. അതിനുശേഷം യാക്കോബിനെ തലവെട്ടി മാറ്റുന്നു. യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്ക് ഒരു നല്ല വീടും കാറും ഇന്നത്തെ കമ്പ്യൂട്ടറും ഒന്നും കിട്ടിയില്ല. നീചമായി ക്രൂരമായി റോമിൻ്റെ ഭരണത്തിൽ അവർ മതിക്കപ്പെടുമ്പോൾ AD 37 കഴിയുമ്പോൾ 64 വരെ കാലം കണ്ടിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ യാത്രയായിരുന്നു. ഭരണകൂടങ്ങളുടെ ശ്രേണി പടപടാ മാറിക്കൊണ്ടിരിക്കുന്നു. റോമിൻ്റെ ഗവർണറായി പീലാത്തോസും ഏദോമിൻ്റെ ഗവർണറായി ഹേരോദാവ് പടപടാ വരുന്നത്. റോമിൻ്റെ ചക്രവർത്തിമാർ വെസ്പേഷ്യനും റോമാനഗരം ചുട്ടരിച്ച നീറോയും. അത് കഴിഞ്ഞ് വരുന്നത് യെരുശലേമിൻ്റെ ദൈവാലയം തകർത്ത ടൈറ്റസും. ലോകചരിത്രവും ഇസ്രായേലും പഠിക്കുമ്പോൾ വരും കാലങ്ങളിൽ റോമിൻ്റെ കിരാത ഭരണക്കാർ ലൗദിയോസും ക്ലൗഡിയോസും 92 കാലഘട്ടം വരുമ്പോൾ ക്രൂരനായ ഡൊമീഷ്യൽ വരുമ്പോൾ അവനീ മാർഗത്തിൽ നടക്കുന്നവരെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ വേണ്ടി പടയാളികളോട് പിടിക്കുന്നു. ചോദിച്ചൊരു കാര്യമുണ്ട്: കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഉണ്ടോ ഈ തച്ചൻ്റെ മകൻ ജീസസ് ഈസ് സേവിയർ എന്നൊരിക്കലും റോം പറഞ്ഞിട്ടില്ല. തച്ചൻ്റെ മകൻ്റെ വചനം എടുക്കുന്ന ആരെങ്കിലും ഉണ്ട്? അവർ പറഞ്ഞ് ചക്രവർത്തി പ്രിയപ്പെട്ട പലരെയും കാലപുരിക്കയച്ചു. പാശ്ചാത്യവും പൗരസ്ത്യവും തുർക്കിയിലെ ഏഷ്യ മൈനൽ യവസോസും സ്മരണയും തുതയൂരെയും ബർഗമോസും സർദീസും ലവാദിൽക്ക്. അത് കഴിഞ്ഞ് ഫിലാഡൽഫിയ സഭ കൊണ്ടൊരു വല്യപ്പൻ സെൻട്രൽ പാസ്സായിട്ടുണ്ട്. അദ്ദേഹം മാത്രം ബാക്കി നിൽക്കുന്നു. എന്തുവരെ പ്രായം? കണക്ക് കൂട്ടലിൽ ഒരു 90 കഴിഞ്ഞാണ്. ഒരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന് വേണ്ടി ഒരു ശിക്ഷാവിധി തരാം. നീചന്മാരായ ക്രൂരന്മാരായ പടയാളികൾ എന്താ ശിക്ഷ കൊടുത്തത്? അവൻ്റെ കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന അവന് കൊടുത്തു. ഒരു പ്രഭാതത്തിൽ അരണ്ട വെളിച്ചത്തിൽ യാത്രയാകുന്നു. ചർച്ചിൻ്റെ മുറ്റത്ത് പടിനിയമത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ചുരുളുകൾ തോറയും തനാക്കും വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടയാളികൾ വന്ന അപ്പോസ്തലനായ വയോധികനായ യോഹന്നാൻ്റെ കൈകാലുകൾ ബന്ധിച്ചു. വയോധികനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: മരണത്തിൻ്റെ ചങ്ങലകൾ തൻ്റെ മേൽ വീണ് കഴിഞ്ഞു. കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. വയോധികനായ യോഹന്നാനെ അതിനകത്ത് ബന്ധിച്ചു. 6 മണിയായപ്പോൾ ഒരിക്കൽ കൂടി കൽപ്പന. റോമിൻ്റെ പുറത്തുള്ള ചരിത്രം വായിക്കുമ്പോൾ മനുഷ്യൻ 6 അവൻ്റെ ശരീരത്തിനകത്ത് എന്താ ചെയ്തെന്നറിയാമോ? ക്യാൻസറിന് റേഡിയോ തെറപ്പിക്കുമ്പോൾ കറുത്ത പെൻ കൊണ്ട് മാർക്ക് ചെയ്യുന്നത് പോലെ മാർക്ക് ചെയ്യേണ്ട ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. 6 ആയപ്പോൾ മുഖാവരണം ധരിപ്പിച്ചു. പച്ച മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് 7 മണിക്ക് മൂർച്ചയേറിയ സൈറന്റെ മുഴക്കമൊരിടത്ത് വാളുകളുമായി ഒരുവൻ വന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനകത്ത് 39 അടികൾ, 186 മുള്ളുള്ള ഒരു കിരീടം. അവിടെ ഉപദേശിമാർ പ്രസംഗിക്കും. പക്ഷേ താഴെ മുതൽ അടിവരെ അവനെ തകർത്ത ഒരു ചാട്ടവാറുണ്ട്. അതാ പെരിട്ടോണിയസിൻ്റെ ചാട്ടവാർ. ഈയക്കട്ടയും വാളച്ചൂണ്ടയും. അവൻ്റെ കസിനായി ഒരുവനായിരുന്നു
കാരാഗ്രഹത്തിനകത്ത് പൂർണ്ണമായി ചുറ്റു നിൽക്കുന്നത്. അവൻ വാളുമായി ഇറങ്ങി വന്നു. വയോധികനായ യോഹന്നാൻ അപ്പോസ്തലൻ അപ്പച്ചൻ അവിടെ കിടക്കുമ്പോൾ പതിയെ കീറുവാൻ തുടങ്ങി. ശരീരത്തിനകത്തുനിന്ന് രക്തം കുരിയുന്നില്ല. കീറിയ ഭാഗം ചെറുതായി ഒട്ടുന്നു. തൊലികളും എല്ലാം ഒട്ടിപ്പിടിക്കുന്ന കാഴ്ച. അനവധി പേരുടെ ശരീരത്തിനകത്ത് ശക്തമേറിയ ആയുധം കുത്തിയിറക്കിയപ്പെട്ടയാൾ കയ്യിലിരുന്ന ഉടവാൾ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞ് മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. സൂപ്പർ നാച്ചുറൽ പവർ. ഇദ്ദേഹത്തിൻ്റെ അകത്ത് എന്തോ ഒരു ശക്തിയുണ്ട്. ഇന്ന് രാത്രി വിടിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ചോദിക്കും, പാസ്റ്ററേ അതിനകത്ത് കെട്ടഴിപ്പാൻ ആരുമില്ല, അവനെ സഹായിപ്പാനും ആരുമില്ല. മൂർച്ചയേറിയ ആയുധം ശരീരത്തിനകത്ത് കുത്തിയിറക്കിയിട്ടും എന്തുകൊണ്ട് യോഹന്നാൻ മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അദ്ദേഹം എഴുതിയില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളെ പറ്റി ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ഹല്ലേലൂയ ഡോക്ടർമാർ നിന്റെ തലമുറകളോട് പറയും, പപ്പായ്ക്ക് ഇനി 60 ദിവസം കാണി ശവപ്പെട്ടി കരുതിക്കോളാം. അത് കഴിഞ്ഞിട്ട് നിംസ് മെഡിക്കൽ സെറ്റിലെ മധു ശ്രീധർ പറയും, ബൈപ്പാസ് നടക്കത്തില്ല, ആൻജിയോ സ്റ്റണ്ട് ഇടാൻ പറ്റത്തില്ല, അടുത്ത അറ്റാക്കത്തോടുകൂടി ലോകത്തോട് ഗുഡ് ബൈ പറയും. എന്നാൽ ഇന്ന് രാത്രി മുട്ടച്ചലിൽ പറയടാ, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി മദർ ഹല്ലേലൂയ. ചെറുപ്പക്കാര സഹോദര സഹോദരി, ഇന്ന് രാത്രി പറയണം, എന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എൻ്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എൻ്റെ ഭവനത്തെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടി എൻ്റെ പുറയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ക്യാൻസർ അല്ല വലുത്, ഉയർത്തെഴുന്നേറ്റ യേശുവ വലുത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ട്യൂമർ അല്ല വലുത്, ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ യേശുവ വലുത്. ഇന്ന് രാത്രി സാധാരണ ദൈവമല്ല നിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനെ അതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഇന്ന് രാത്രി നക്ഷത്രങ്ങളെ വെച്ചിരിക്കുന്ന ദൈവം, ഇന്ന് രാത്രി കോപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ വെള്ളറടയിലും മുട്ടച്ചലും എൻ്റെ തലയിലെ ഒരു മുടി നാര് പോലും വീഴുക എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surrounded this moment, the second conversion. പരിശുദ്ധാത്മാവിൻ്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചു കൊണ്ടിരിക്കുക. നിന്നെ തകർക്കുവാൻ പിശാച് പദ്ധതി വെക്കുക, നിന്റെ ശരീരത്തെ തകർക്കുവാൻ രോഗക്കെട്ടുകൾ പദ്ധതി വെക്കുക, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ഇന്ന് രാത്രി സാത്താൻ പദ്ധതി വെക്കുക. എന്നിരുന്നാൽ അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി കരം ഉയർത്തി പറയണം, എൻ്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവൻ എന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി വാഗ്ദത്തങ്ങളുടെ ദൈവം കൂടെയുണ്ടെങ്കിൽ, നിന്റെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തി നിന്റെ കണ്ണിന് മുൻപിൽ കാണുന്നത് വരെ നിന്റെ കണ്ണുകളടയുവാൻ ദൈവം അനുവദിക്കത്തില്ല. പടയാളികൾ യോഹന്നാനെ കെട്ടഴിച്ച് അവനെ കൊണ്ടുപോയി. ഡൊമീഷ്യൻ്റെ അടുത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ഈ മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, പൊക്കോ, അടുത്ത ശിക്ഷാവിധി തരാൻ നമ്മുടെ കയ്യിലല്ലയോ കാര്യം. 4 ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ ശിക്ഷാവിധി വീണ്ടും കൊടുക്കുന്നു. എന്താ രണ്ടാമത്തെ ശിക്ഷാവിധി കൊടുക്കുന്നത്? അവന് വേണ്ടി തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടകത്തിനകത്ത് കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് വയോധികനായ യോഹന്നാനെ വലിച്ചെറിഞ്ഞു അവൻ്റെ മരണം കാണുവാനുള്ള കൽപ്പന. പ്രഭാതത്തിൽ വീണ്ടും പടയാളികൾ അവിടേക്ക് വരുന്നു. വയോധികനായ യോഹന്നാൻ്റെ കൈകാലുകൾ ബന്ധിച്ചു. ഒരു സുപ്രീം കോടതി തൂക്കിലെറ്റുന്ന പ്രതിയോട് ചോദിക്കുന്നത് പോലെ വയോധികനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നല്ല ആഹാരം വേണോ? ആരെ കാണാൻ താല്പര്യമുണ്ട്? ബന്ധുക്കളെയോ ചാർച്ചക്കാരെയോ കാണണം? യോഹന്നാൻ പറഞ്ഞു, വായിക്കാൻ, താങ്കളെ തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് വലിച്ചെറിഞ്ഞ് മുഴുവൻ കൊല്ലുവാനുള്ള കൽപ്പന. മുഖത്തൊരു പുഞ്ചിരി. വയോധികനോട് ചോദിച്ചപ്പോൾ, ചായ എന്തിനാ പുഞ്ചിരി? നിങ്ങളുടെ ചക്രവർത്തി ഈ കൂട്ടുകൻ തിളക്കിപ്പിക്കുന്നതിന് മുമ്പ് യഹൂദ രാജാവായിരുന്ന യഹോവയാക്കീമിൻ്റെ ആഴ്ചയുടെ 3-ാമത്തെ ആണ്ട് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ചക്രവർത്തി ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. മക്കള് ദുരാസു സമഭൂമിയിൽ ഒരു ബിംബത്തെ ഉയർത്തി അതിൻ്റെ നടുവിൽ 7 മടങ്ങ് തീ കൂട്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അസ്ഥിക്കഷ്ണം പറക്കാൻ നിന്നപ്പോൾ അഡ്വാൻസായി ദൈവത്തിൻ്റെ ദൂതൻ അതിൻ്റെ നടുവിലിറങ്ങി. എന്താ കാര്യം? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കരമുയർത്തി, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവുണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവകരമിറങ്ങിയെങ്കിൽ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി പിശാച് നിന്നെ തകർക്കാൻ പദ്ധതി വെക്കും. തീച്ചൂളം നിനക്കെതിരായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി പറയണം, നിനക്ക് മുമ്പായി ഇരുമ്പോടാമ്പലുകളെ അയച്ച് തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദുർഘട പാതകളെ നിരപ്പാക്കുന്ന ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ആരിന്ന് രാത്രി കരമുയർത്തും? ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ഇന്ന് രാത്രി വെള്ളറടയിൽ നിന്നെ ആരൊക്കെ വെട്ടിയാലും, നിന്റെ കൊമ്പുകൾ തകർത്താലും നീ ജീവിക്കത്തില്ലെന്ന് ലോകം എഴുതി വെച്ചാലും, ഇന്ന് രാത്രി ആത്മാവിൽ കരയാൻ തയ്യാറുണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ ഗന്ധ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രി ഒഴുകുമ്പോൾ, ഇന്ന് രാത്രി പൊട്ടിക്കളിക്കുന്ന ഹല്ലേലൂയ ദൈവകരം ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പിന്മഴയുടെ കാലത്തെ ഗോപിയുടെ മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കട്ടെ. പതനം കാണുവാൻ പലരും കാത്തു നിൽക്കും, തകർച്ച കാണുവാൻ കൂട്ടുകാർ കാത്തു നിൽക്കും. സ്വോത്രം. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നെ ഉയർത്തുവാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ, അതിൻ്റെ പ്രത്യേകതയായി യോഹന്നാനെ ആ തീജ്വാലയ്ക്കകത്ത് കുട്ടകത്തിനകത്ത് തിളയ്ക്കുന്ന
തിളയ്ക്കുന്ന എണ്ണയിൽ വലിച്ചിട്ടു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തലയുയർത്തി. ഇന്ന് രാത്രി നിന്റെ പരാജയം കാണുവാൻ നിന്റെ ബന്ധുക്കൾ കാത്തു നിൽക്കും. നിന്റെ തകർച്ച കാണുവാൻ ദൂഷ്ടപിശാചി കാത്തു നിൽക്കും. മന്ത്രവാദി നിനക്കെതിരെ പദ്ധതി വെച്ച് കുടുംബം തകർക്കുവാൻ കാത്തു നിൽക്കും. എന്നാൽ അതിൻ്റെ നടുവിൽ ആരാധിക്കുന്ന അമ്മച്ചി, ഇന്ന് രാത്രി കരമുയർത്തുന്ന അപ്പച്ച, കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ നിന്റെ തലകളെ ഉയർത്തുക. കുട്ടകത്തിനകത്ത് യോഹന്നാനെ തൊട്ട ഒരു കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് പർവ്വതങ്ങൾ ഇന്ന് രാത്രി മൊട്ടച്ചൽ വീണ് പോകും. അമ്പൂരി മല നിന്റെ മുൻപിൽ തകർന്നു പോകും. തേക്കുപാറയിലെ കെട്ടിടങ്ങൾ വീട്. എന്നാൽ ഇന്ന് രാത്രി മുട്ടച്ചൽ കരമുയർത്തി പറയണം, എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ദയ, the kindness, the mercy of God, the second day the convention is coming. ആ ദയ എന്നെ വിട്ടു പോകുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഈ പ്രതിസന്ധികളെ ഞാൻ തരണം ചെയ്യാം. 1 മിനിറ്റ് വൈകിയെങ്കിലും മുൻപോട്ട് യാത്ര ചെയ്യാം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ സാധാരണ പുസ്തകമല്ല. ബൈബിൾ കുട്ടുശനും മായാവിയും ഡിങ്കനും ഒന്നുമല്ല. 8000 പ്രോമിസ്, 8000 പ്രോമിസുകളാണ് ബൈബിളിലുള്ള. ഇസ്രായേലിൽ ഒന്നാമത്തെ ഒരുവനെ രാജാവായി തിരഞ്ഞെടുത്തു. കഴുതയനുസരിച്ച് പോയവനെ ഇസ്രായേലിൻ്റെ രാജാവായി ശൗൽ. ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടവൻ യാത്ര ചെയ്യുമ്പോൾ സ്വർഗം പറഞ്ഞു, ഇവനെ രാജ്യത്വത്തിൽ ഞാൻ നീക്കാൻ പോകുക. ആരോട് പറഞ്ഞു? ശമൂവേലിനോട് പറഞ്ഞു. ശമൂവേലിനോട് പറഞ്ഞു, പോകണം. എവിടെ പോകണം? പെട്ടെന്നൊരു വാട്സപ്പ് അയക്കാൻ പറഞ്ഞു. ആരുടെ വീട്ടിലേക്ക്? ഈശായുടെ വീട്ടിൽ ഒരു കുറ്റിയുണ്ട്, അതിനകത്തൊരു മുള പൊട്ടണമെങ്കിൽ നീ അവിടെ പോകണം. സ്വോത്രം. അപ്പോൾ ശമൂവേൽ കറക്റ്റായിട്ട് വാട്സപ്പ് അയച്ചു. ഈശായോട് പറഞ്ഞു, കാലത്തെ 10 മണിയാകുമ്പോഴേ ഞാൻ അവിടെ എത്തും. കുഞ്ഞുങ്ങളെല്ലാം നല്ല ഉടുപ്പൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടേക്കണം. എൻ്റെ ഓർഡിനേഷൻ്റെ പേപ്പറുണ്ട്, തൈലുമുണ്ട്. അവന്മാരെല്ലാം ഇതിനകത്തുനിന്ന് ഒരുവനെ ഞാൻ രാജാവായി തിരഞ്ഞെടുക്കാൻ വരുക. ഈശായി കുഞ്ഞുങ്ങളെല്ലാം നല്ല പടപടാ നല്ല ഡ്രസ്സും വിവാൾഡിയും ബോംബെ ഡെങ്ങും ഒക്കെ ഇട്ട് നല്ല സ്പ്രേയും സെൻറ്റും ഒക്കെ അടിച്ച് ഞങ്ങളുടെ ഉപദേശിമാരാണെങ്കിൽ കൂട്ടും ജാക്കറ്റും ഒക്കെ ഇട്ടിരുത്തിയേക്കുക. 7 എണ്ണത്തിനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. രാവിലെ അവിടെ ചെന്നു. ആര് ചെന്നെന്നറിയാമോ? നമ്മുടെ ശമൂവേൽ ചെന്നൊരു പാട്ടൊക്കെ പാടി വന്നേശു പാര ഇന്ന് പകൽ മുഴുവൻ. ഇശായിക്ക് സന്തോഷമായി. മധുരമില്ലാത്ത ചായ സോംബാസ് വന്നുള്ളൂ, എനിക്കും തന്നു. ഇശായിയോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെല്ലാം നിരത്തി ഇരുത്തിയാട്ടെ. നമ്പർ 1 2 3 4 5 6 7 7 എണ്ണത്തിനെ നേരത്തെ ഇരുത്തി. പതിയെ ആരാ ശമൂവേൽ ഓർഡിനേഷൻ കൊടുക്കാൻ തല കൈ അങ്ങോട്ട് പാഞ്ഞു. ഈ പിള്ളേരുടെ തലേ കൈ വെക്കാൻ ചെന്നപ്പോൾ പിന്നെ കൂടെ ഒരു കാര്യം പറഞ്ഞ് അവനെ ഒന്നും കണ്ടിട്ടില്ലെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി 7 എണ്ണത്തിൻ്റെ തലയിലും കൈവെക്കാൻ ചെന്നപ്പോൾ ശമൂവേലിനോട് സ്വർഗം പറഞ്ഞ് അവനെ ഒന്നും കണ്ടിട്ടില്ലെന്ന്. ഇശായോട് ചോദിച്ച് തമിഴ് ഭാഷയിൽ തന്നെ പറയാം, അനക്ക് വേറെ പിള്ളை இருக்குது. அப்போ പറഞ്ഞ് പിള്ളை இருக்குது. എங்கே இருக்குது? കുരിശുമക്കലക്കകത്ത് ഇരുപ്പുവാലി இருக்குது. அவங்க നമുക്ക് എന്താ இருக்குது? കുറച്ച് ആടിൻ്റെ കൂട്ടമുണ്ട്. അവിടെ ഒരുത്തൻ കിടപ്പുണ്ട്. 7 കഴിഞ്ഞ് 8ാമത് വരുന്ന അൺവാണ്ടഡാ. വീട്ടിനും വേണ്ട, നാട്ടിനും വേണ്ട. സ്വോത്രം. അവൻ ഇവിടെ വെള്ളറുടെ UIT കോളേജും പോയിട്ടില്ല, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജും പോയിട്ടില്ല. കുഞ്ഞ് വളർന്നപ്പോഴേ അവനെ ആട്ടിൻ്റെ കൂട്ടത്തിൽ കൊണ്ടിട്ട്. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആട്ടിൻ്റെ കൂട്ടത്തിൽ കിടന്നപ്പോഴോ അവൻ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. സ്വോത്രം. രണ്ടാമത്തത്, കരമടിച്ച് ആരാധിച്ചവൻ്റെ അകത്തൊരു ശക്തി ഉണ്ടായിരുന്നു. അത് പേര് അഭിഷേകത്തിൻ്റെ കൃപ. സ്വോത്രം. ഇന്ന് പെന്തിക്കോസിനകത്ത് പല ബ്രദർകാരും കയറിയിട്ടുണ്ട്, കൈയടിക്കാതെ മിണ്ടാതിരിക്കുന്ന. സ്വോത്രം. ദാവീദ് കരമടിച്ച് ആരാധിച്ചപ്പോൾ അവൻ്റെ അകത്തൊരു അഭിഷേകം ഉണ്ടായിരുന്നു. അഭിഷേകമുള്ളവൻ്റെ നേരെ ഒരു ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൻ്റെ ആടുകളെ പിടിക്കുവാൻ വന്ന ദൂഷ്ടമൃഗത്തെ തകർക്കുവാൻ അവൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി അഭിഷേകമുള്ളവൻ അധിക ദിവസം മൊട്ടച്ചൽ കടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആരാധിക്കുന്നവൻ വെള്ളറുടെ അധിക ദിവസം മതിലിൻ്റെ ബൗണ്ടറി കടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും, വഴിയാധാരമായ ആധാറിനകത്ത് പേരില്ലെങ്കിലും, ആത്മീയ മന്ന കോളേജിൻ്റെ ബിരുദമില്ലെങ്കിലും, ബാംഗ്ലൂരിലെ ബറിയൻ്റെ MD ഇല്ലെങ്കിലും, ആത്മാവിൽ ആരാധിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ വരുവാനുള്ളവൻ വന്നാൽ നിന്റെ വീട്ടിനകത്ത് ഇറങ്ങിയാൽ ഇന്ന് രാത്രി എന്നും കാട്ടിനകത്തല്ല, കാട്ടിനകത്ത് കിടക്കുന്നവനെ നാട്ടിലെ രാജാവാക്കി ദൈവസന്നിധിയിൽ നിലനിർത്തുക. ദാവീദിൻ്റെ പിൻപിനകത്തൊരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി സിസ്റ്റർ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. അച്ചായ ഓർക്കണ്ടവർ ഓർക്കത്തില്ല. അപ്പനും അമ്മയും ഉപേക്ഷിക്കും. രക്തബന്ധങ്ങൾ സഹോദരങ്ങൾ നിന്റെ പതനം കാണാൻ കാത്തിരിക്കും. എന്നാൽ ആത്മാവിൽ നീ സ്തുതിക്കുമെങ്കിൽ, അഭിഷേകത്തിൽ ആരാധിക്കുമെങ്കിൽ, ആരിന്ന് രാത്രി കരമുയർത്ത് പട്ടണങ്ങൾ പിടിച്ചടക്കുവാൻ, രാജ്യങ്ങൾ പിടിച്ചടക്കുവാൻ ഒരു അഭിഷേകത്തിൻ്റെ കൃപത്തെ anointing power is come to the second. യേശുവിൻ്റെ നാമത്തിൽ നാളുകളായി ചില കുഞ്ഞുങ്ങളെ ശുശ്രൂഷയ്ക്കെതിരെ പോരാടിക്കൊണ്ട് അവരെ പുറത്തു കൊണ്ടുവരാതെ പിശാച് വെച്ച വാതുകെട്ടിയ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഈശായുടെ വീട്ടിനകത്ത് ഭക്തനായ എൻ്റെ സമൂഹയുടെ കരമിറങ്ങിയതുപോലെ ഇന്ന് രാത്രി ദൈവവചനം ഇറങ്ങുമ്പോൾ ചില അന്ധകാര കെട്ടുകൾ ഇന്ന് രാത്രി തകർന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ വെള്ളറയിൽ നിന്ന് ചില കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് ബ്ലസ് മുട്ടച്ചൽ നിന്ന് വാർത്തെടുക്കുന്ന രാത്രിയെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മൊമെന്റ്. ദ പ്രഷ്യസ് മൊമെന്റ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആരൊക്കെ എനിക്കെതിരെ മതിൽ
കെട്ടിയാലും ആരൊക്കെ എനിക്കെതിരെ ചങ്ങലകൾ വച്ചാലും ഞാൻ പുറത്തു വരത്തില്ലെന്ന് ലോകം എഴുതിയാലും ഇന്ന് രാത്രി ആര് കരമുയർത്ത് എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുക. ചെറുപ്പക്കാര ഇന്ന് രാത്രി കരമുയർത്തു. ശത്രു എനിക്കെതിരെ, സഹോദരി എൻ്റെ കുടുംബത്തിനെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഞാൻ ആത്മാവിൽ ആരാധിക്കുമെങ്കിൽ, ഞാൻ ആത്മാവിൽ ശ്രുതിക്കുമെങ്കിൽ, ഞാൻ ദൈവത്തെ വാറ്റുമെങ്കിൽ എന്നെ കുടിലിനകത്ത് കിടക്കാനല്ല, അപ്പുറത്ത് പുതിയ വഴികൾ ഒരുക്കുക. ദാവീദിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങിയ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നാട്ടുകാരും വീട്ടുകാരും തള്ളിക്കളഞ്ഞു. സ്വോത്രം. ശമൂവേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ കാട്ടിനകത്ത് കടന്നാലും തക്ക സമയത്ത് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരുന്നാൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി പറയണം, യഹോവ എൻ്റെ ഇടയനാകുന്നു. കരമുയർത്തുന്നവർക്കായി ദാവീദിനോട് ചേർന്ന് പറ, പ്രതിസന്ധികൾ ആട്ടുംകൂട്ടത്തിൽ കിടന്നാലും എനിക്കൊരു ബുദ്ധിമുട്ടും വരാത്ത ദൈവം. സ്വോത്രം. ഇവിടെ ആകാശത്തിൽ നിന്ന് പാറ വീഴട്ടെ, അല്ലെങ്കിൽ വെള്ളം മലിനമാകട്ടെ, ഇന്ന് രാത്രി കരമുയർത്തി വിശ്വാസത്തോടെ പറയണം, പച്ചയായ പുൽപ്പുറങ്ങളിൽ കൂടെ അവ എന്നെ നടത്തും. കരമുയർത്തുന്ന അമ്മാമയ്ക്കായി സ്വോത്രം. ഇവിടെ കിണർ വറ്റട്ടെ, അമ്പൂരി മല പെയ്യട്ടെ, മഴ പെയ്ത് ഡാം ഇടിയട്ടെ, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ കൂടെ അവൻ എന്നെ നടത്തുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറ, ആരൊക്കെ എനിക്കെതിരായാലും, എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിലും, പൈസ കയ്യിലില്ലെങ്കിലും, കൂരിരുൾ താഴ്വരെ കൂടെ നടന്നാലും ആദർശകരം എന്നെ കരം പിടിച്ച് നടത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്വന്തക്കാർ മാറും, ബന്ധക്കാർ മാറും, നാട്ടുകാർ മാറും, സുവിശേഷകരായ ഊളിയക്കാരാ, എന്നാൽ അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി വിളിച്ചു പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ആരിന്ന് രാത്രി കരമുയർത്തും? ചെറുപ്പക്കാരാ, നീ കരമടിച്ച് ആരാധിക്കുന്ന സഭാപാസ് കണ്ടിട്ടില്ല, നീ അന്യഭാഷ പറയുന്ന നാട്ടുകാരൻ കണ്ടിട്ടില്ല. താഴ്മയോടെ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിനക്ക് പുതുവഴികൾ ഒരുക്കുന്നവനാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ വചനം പെയ്തിറങ്ങുമ്പോൾ തന്നെ നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മണ്ഡലത്തിനകത്ത് മോർദെഖായി നിലവിളിക്കുവാൻ ശ്രമിച്ചപ്പോൾ കൊട്ടാരത്തിനകത്ത് എസ്തേറിനെ കൊണ്ട് വിധികളെ മാറ്റി എഴുതുവാൻ കണ്ണുനീരിൻ്റെ പിൻപിൽ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ, ദാനിയേൽ സിംഹക്കുഴിയിൽ വീണപ്പോൾ സിംഹങ്ങളുടെ വായടയ്ക്കാൻ ഒരു കരം ഇറങ്ങിയെങ്കിൽ, 1000 ആണ്ട് കറുത്ത കൂട്ടത്തിൽ കടന്ന് രൂത്തിനെ കൊണ്ടുവന്ന് ബോവസിന്റെ വയലിൽ ഇറക്കുക സ്വർഗത്തിന്റെ കരം ചലിച്ചെങ്കിൽ, ഒറ്റയ്ക്ക് ചക്രം കറക്കിക്കൊണ്ടിരുന്ന ഗിദെയോന്റെ പിൻപിൽ പിടിപ്പിച്ച ഒരു കരം ഇന്ന് രാത്രി മിദ്യാന്യ പാളയത്തെ പുറപ്പെടുവിക്കുക. അവൻ്റെ മേലൊരു അഭിഷേകം കടന്നു വന്നെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അഭിഷേകത്താൽ അടിമനുഖം തകരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ കരമുയർത്തി പറയണം, 2024 അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ പുറയ്ക്കകത്ത് തരുവാൻ ദാവീദിൻ്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം, ദാനിയേലിനെ പിടിച്ചുയർത്തിയ ഒരു കരം, മോവാബ് കുടുംബത്തിൽ നിന്ന് രൂത്തിനെ ഉയർത്തിയ കരം, ഒറ്റയ്ക്ക് മതിച്ച ഗിദെയോന്റെ പിൻപിൽ ചക്രം ചലിപ്പിക്കുക. സ്വർഗത്തിൻ്റെ കരം ഇറങ്ങിയെങ്കിൽ ആ കരം തളർന്ന കരമല്ല. രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. Lord Jesus, the precious moment. അവസാനമായി വയോധികനായ യോഹന്നാൻ നാട് കടത്തുന്നു. പല പ്രാവശ്യം ഇത് പ്രസംഗിച്ചതുകൊണ്ട് സ്വർഗം അവന് വേണ്ടി തുറക്കുന്ന കാഴ്ച വിശുദ്ധ വെളിപ്പാട്. അതുകൊണ്ട് ഇന്ന് സാംപാസ്റ്റർ പാടി 7 പൊൻനില വിളക്കുകൾ നടുവിൽ നിരങ്ങി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലം കൈ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. സ്വർഗം തുറന്ന് കണ്ട കാഴ്ച. ആദ്യനും അന്ത്യനുമായ അവൻ്റെ കരം യോഹന്നാനെ തൊട്ടു. ആൽഫയും ഒമേഗയുമായവൻ, മരണത്തിൻ്റെ ഈ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളതൊരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം വെളിപ്പാട്. മറന്നേക്ക് പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം അപ്പോക്യാലിപ്സ്. 404 വാക്യം 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 അനന്തരം സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനത്തിൽ, 13 പിശാചിന്റെ തൃത്വത്വം, 14 സിയോൻ മലയിൽ കുഞ്ഞാട്, 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണകൾ, 16 7 കാകളം, 7 കലശം, 7 ദൂതന്മാർ, 17 മഗതിയാം ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിന്റെ കല്യാണം, 20 അന്തിമയുദ്ധം ഹർമഗദോൻ. 21 വരുമ്പോൾ 20 യുദ്ധത്തിന്റെ അവസാനം 1000 ആണ്ട് വാഴ്ചയോടെ തുറക്കും. ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. 1-ാമത്തെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു. 22 അനീതി ചെയ്യുന്നവൻ അനീതി, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ബൈബിളിലേക്ക്
10 യുഗങ്ങൾ. ഇന്ന് വായിച്ചത് 1000 ആണ്ട് വാഴ്ചയിൽ ആരെത്തും? 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. ഈ കൃപായുഗം അവസാനിക്കാറായി. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മധുരകരമായ ഗാനങ്ങൾ സ്റ്റേജിനകത്തും വെള്ളരുടെ പരസ്യയുഗത്തിലൊക്കെ പാടും. കൃപായുഗം തീരാറായി. രക്ഷയുടെ ബോട്ടിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു. കടന്നു വരൂ സഹോദര, വാതിലടയാറായി. കൃപായുഗം കഴിയുമ്പോൾ 4 യുഗങ്ങളുണ്ട്. 1 എതിർ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ 3.5 വർഷം. അത് കഴിഞ്ഞ് വരുന്നു അടുത്ത 3.5 വർഷം. അത് കഴിയുമ്പോൾ 1000 ആണ്ട് വാഴ്ച. ഈ 1000 ആണ്ട് വാഴ്ച വെളിപ്പാട് 24:5. അവൻ ന്യായാസനങ്ങളെ തുറന്നു, മൃഗത്തിൻ്റെ പ്രതിമയോടും മുദ്രയോടും സംഖ്യയോടും അതിന് ഏൽക്കാത്ത പലരുടെ ശിരസ് ഛേദിക്കപ്പെട്ട ആത്മാക്കൾ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് വാണു. 1000 ആണ്ട് വാഴ്ചയിലേക്ക് ആര് പോകും? ലോകം ഇവിടേക്ക്. ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കള്ളുമൂടിൽ IPCയിൽ വരാൻ പോകുന്ന കാലം യേശു ക്രിസ്തുവിൻ്റെ പോലും മലപ്രഭാഷണം ബൈബിൾ കൂടെ മത്തായി 24:3-4-5. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവ്, ലോകത്തിൻ്റെ അവസാനം അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞ 4 മറുപടികൾ മത്തായി 24, മത്തായി 24, 22, 32, 33, 34. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിന്. ഇസ്രായേൽ 7 സ്ഥലവുമായിട്ട് യുദ്ധം ചെയ്യുന്നു. 1 ഹമാസ്, 2 സിറിയ, 3 ലെബനോൻ, 4 യമൻ, 5 ഇറാൻ, 6 തുർക്കി, 7 ഉസ്ബെക്കിസ്ഥാൻ, 8 അഫ്ഗാനെയും കൂടെ അടിക്കുമ്പോൾ ഈ വർഷം ശരിയാവും. ട്രംപ് വാര്യം ക്ലിയർ ആക്കും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. അതിനാസ്പദമായി 2 സംഭവങ്ങൾ. 2023 G20 ഉച്ചകോടി. നിർമ്മലാ സീതാരാമൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി ഇന്ത്യയിൽ നിന്ന് തന്നെ അവർ കഴിഞ്ഞ വർഷം പറഞ്ഞു, ലോകം ഒരുവൻ ഭരിച്ചാൽ നന്നായിരുന്നു. നമ്പർ 1. അത് കഴിഞ്ഞ് 7000 കോടി മുടക്കി അബുദാബിയിൽ ഒരു അമ്പലം പണിതു. ഇന്ത്യ ഗവൺമെൻറ് പണം കൊടുത്ത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സാർ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ആഗോള മാധ്യമങ്ങൾ BBC-യും CNN, ജസീറയും അത് കഴിഞ്ഞിട്ട് അറബ് ന്യൂസുകളെല്ലാം അദ്ദേഹത്തിനോട് ചോദിച്ചു, സാർ അബുദാബിയിൽ വന്നില്ലേ? ഏറ്റവും വലിയ ഡെമോക്രസി, ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിക്ക് ലോകത്തോട് എന്ത് പറയാനുണ്ട്? ശ്രീ മോഡി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ബായോ ബഗനു യേ സുന്ന മങ്താ അപ്നാ ദുനിയ ബർക്കത്ത് ഓർ ശാന്തി സമാധാൻ മിൽനെ കെ ലിയെ ഏക് ആദ്മി ഹുക്കൂമത്ത് മേ ബൈഠേഗാ അച്ഛാ ഹൈ. സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തിനും ലോകത്തിന് സമാധാനം കിട്ടണമെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വരണം. വെള്ളറടയിൽ പേപ്പർ വായിക്കുന്ന കുഞ്ഞുങ്ങൾ. 2 ആഴ്ച മുമ്പ് 37 രാഷ്ട്രങ്ങളിലെ ഒരു ഉച്ചകോടി നടന്നു. അതിൻ്റെ പേര് ബ്രിക്സ് ഉച്ചകോടി. അതിനകത്ത് 3 നേതാക്കൾ ഒരുമിച്ച് കരമുയർത്തി. അതിലൊരുവനാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, 2 ചൈനയുടെ ഷീ ജിൻപിങ്, 3-മത്തവനാണ് കൊറിയയുടെ കിങ് ജോങ്. അവർ കരമുയർത്തിയിട്ട് പറഞ്ഞു, ലോകം ഒരുവൻ ഭരിച്ചാൽ രക്ഷപ്പെടും. എന്നിട്ട് വേറൊരു കാര്യം കൂടെ പെന്തിക്കോസുകാർ കേൾക്കാൻ പറഞ്ഞു, എണ്ണ വില ഡോളറിൽ നിന്ന് മാറ്റണമെന്ന് അവർ ഒരുമിച്ച് പറഞ്ഞു. അമേരിക്കയുടെ തകർച്ച ഇവിടെ ആരംഭിക്കുന്നു. അതിനാസ്പദമായി വെള്ളറടയിൽ അതിൻ്റെ ഏജന്റ് നമ്പറുണ്ട്, സാത്താൻ്റെ കറൻസി. അതിൻ്റെ പേര് ബീറ്റ് കോയിൻ. ഒരു നമ്പർ കൊണ്ട് ലോകത്തെവിടെയും പൈസ ട്രാൻസ്ഫർ ചെയ്യാം. അതിൻ്റെ വില ഇന്ന് $90,000. 6250 രൂപയ്ക്ക് കിട്ടിയ നമ്പർ ഇന്ന് $90,000. ബ്രിക്സ് ഉച്ചകോടിയൂടെ വരുന്നു അവനടുക്ക വാതിൽക്കൽ. ഇന്ന് രാത്രി അതിനെപ്പറ്റിയായിരിക്കും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. അതിൻ്റെ ലക്ഷണമല്ലയോ? നവംബർ മാസത്തിൽ നമ്മൾ കപ്പയരിഞ്ഞ് വാട്ടിയിട്ട് ചീനിയെല്ലാം ഊറ്റിയിട്ട് നല്ലതുപോലെ കഴിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. സ്വോത്രം. ഇന്ന് ഒട്ടുപാലുമില്ല, റബ്ബറുമില്ല. 2015 തുടങ്ങി 10 വർഷമായി സീനിയർ പാസ്റ്റർമാർ ഇവിടെ ഇരിക്കുന്നു. എപ്പോൾ നോക്കിയാലും അലർട്ട്. യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്, റെഡ്. സന്തോഷമില്ലല്ലോ. ഇപ്പം ഇതിവിടെ നടക്കുമ്പോൾ വയനാട് കോഴിക്കോടുമല്ല, അതിനോട് ചേർന്ന് തമിഴ്നാട്ടുകാർ പറയുന്ന പോലെ இந்த நாட்களிலே அருமையான புயல் வந்திருக்குது. என்ன அருமையான புயல்? முட்டச்செல்ல அவராச்சான் பண்டு பெம்மக்கு பேரிட்டாருன்னு சோசாமா, மரியாமா, சின்னம்மா, வல்சம்மா, பொன்னம்மா. അതുപോലെ അരുമயான പുയൽ. റീത്ത, കത്രീന, ബിൽമ, കാർബി, ഓർമ്മ, മാത്യു, ലോറൻസ്, മക, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേബി, ടൗട്ട്. അങ്ങനെ ഇരുന്നപ്പോഴേ പള്ളിയിലെ പയ്യനൊരു കവല, അവനൊരു ദുഃഖം, എൻ്റെ പേര് വന്നില്ലേ എന്ന്. കൃപയാ 2 മാസം മുമ്പ് അവൻ പേരും വന്ന്. അതുക്ക് താൻ ബിബിൻ ചോയ് അരുമயான പുയൽ വന്നിരിക്കുന്നതുക്കായി. അപ്പം പെങ്കൊച്ചിനൊരു സന്തോഷമില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പെൺകുട്ടിയുടെ പേരും അടിച്ചു. ഡാന ചുഴലിക്കാറ്റിൻ്റെ നാൾക്കല്ലേ വന്നിരിക്കുന്നത്. സ്വോത്രം. ഇപ്പോൾ ഒരു ചുഴലിക്കാറ്റ് അടിച്ചിരിക്കുന്നു. അവൻ്റെ പേര് ഫിൻജാൽ. ആ ഫിൻജാലിൻ്റെ മഴയായി ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലാകുന്നവർക്കായി. അവസാനം ഒരു ചുഴലിക്കാറ്റ് അടിക്കുക. അതിൻ്റെ പേരാ പെരിഷ്. അന്ന് രക്ഷയുടെ പെട്ടകത്തിൽ കയറിയ വെള്ളറടന്ന് ചവപ്പെട്ടി മൂക്കി പഞ്ഞി വെക്കാതെ ഏലിയാവ് പോയതുപോലെ പോകുക. സ്വോത്രം. അതിനു വേണ്ടിയാ ഈ കൺവെൻഷൻ. അതിനാ ബൈബിൾ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത് എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ കാന്തൻ വരും. നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ കാന്തൻ്റെ വരവിൻ്റെ 4 ചാലുകൾ. 1 യഹൂദ ലക്ഷണം,
ലക്ഷണം. 2 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം. 3 പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ. 4 ഏകലോക മതം. അത് പ്രസംഗിക്കാൻ സമയമില്ല. ഏകലോക മതമാണെന്ന് വത്തിക്കാനിൽ നടക്കുന്നത്. ആരൊക്കെ? പ്രകാശാനന്ദ, ഉമ്മൻചാണ്ടി, മാർത്തോമായിലെ തിരുമേനി എല്ലാം അവിടെ ചെന്ന് സ്വോത്രം. ഇനി പെന്തിക്കോസ് പാസ്റ്റർമാരും താമസമില്ല, കൊന്ത മേടിക്കുക, അവിടെ വന്ന് കർത്താവ് വരികയും ചെയ്യും. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. അതിൻ്റെ പേരാ സർവ്വമത സമ്മേളനം. വിശുദ്ധ വെളിപ്പാട് 13:7 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം ലഭിച്ചു. അതാ ചാണ്ടി സഹിതം അവിടെ നിൽക്കുന്നു. ഇതൊരു അന്ത്യകാല സംഭവം. ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൻ്റെ അന്ത്യദിനങ്ങൾ ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. CSI അല്ല, മർത്തോമയല്ല, ലൂതറിനല്ല, സോൾവിന്നിങ്ങേഴ്സ് അല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ കാകളവുമായി മധ്യാകാശത്തിൽ വരും. അത് കഴിയുമ്പോൾ ഒരു അന്തിമ യുദ്ധം ഇവിടെ ഉണ്ടാകും. എസെക്കിയേൽ 39:1-2 ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ച ബഹുമാനപ്പെട്ട ക്രിസ്തുവാസ് പാസ്റ്റർ ഇവിടെ ഇരിക്കുമ്പോൾ നന്നായി റഷ്യ ഉക്രൈൻ ആരംഭിക്കുന്നത്. എന്നോട് വളരെ നേരത്തെ പറഞ്ഞു, പാസ്റ്റർ വേറെ ഒന്നും പ്രസംഗിക്കരുത്, റഷ്യയെപ്പറ്റി ലോകത്തെപ്പറ്റി. മുട്ടച്ചെല്ലകത്ത് ഞാൻ പ്രസംഗിച്ചത് വീഡിയോ ഇന്നും കിടപ്പുണ്ട്. കർത്താവിൻ്റെ ദാസൻ്റെ ആഗ്രഹമായിരുന്നു അന്തിമ ദിനം. എസെക്കിയേൽ 39:1-2 അല്ലയോ മനുഷ്യപുത്ര, നീ റഷ്യയെക്കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോസ്, മേശക്, ടൂബൽ എന്നിവയുടെ പ്രഭുവായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധം. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്ത് ആറിലൊന്ന് ശേഷിപ്പിക്കുക. അതാ ഇന്ന് 3 വർഷം തികയാൻ പോകുന്നു. 34 മാസം പിന്നിടുന്നു. റഷ്യ ഉക്രൈൻ. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നു. ഈറ്റുനോവിൻ്റെ ആരംഭം. ഇത് നിന്നെ ഉക്രൈനിൽ കൂടി ഞാൻ പുറപ്പെടുവിക്കും. വടക്കേറ്റത്ത് സിറിയ, ഗോലാനിൽ കൂടി ഞാൻ കടത്തി വന്ന ഇസ്രായേൽ പർവ്വതനിരകൾ വരുത്തും. അതിൻ്റെ പേരാ 3-ാം ലോകമഹായുദ്ധം. ഒരു സ്ഥലത്ത് റഷ്യയും മറു സ്ഥലത്ത് ട്രംപ്, അപ്പുറത്ത് ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവൊക്കെ ഒരുമിക്കുമ്പോൾ ചാലുകൾ ഒരുങ്ങി. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടണം. ലോകം അവസാനിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ ഭരിക്കണം. അവൻ്റെ കയ്യിലേക്ക് മൈക്രോചിപ്പ് വരാൻ പോകുന്നു. ഏറ്റവും നിർണായകമായ സയൻസ് ആയിരിക്കും ഈ രാത്രി പ്രസംഗിക്കുന്നത്. വായിക്കാം. ദൈവസഭ എടുക്കപ്പെട്ട. ഇനി പടപെട്ട വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിക്കണം. വെളിപ്പാട് 13:1-2 ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ ദ വേൾഡ് ഈസ് ഗോയിങ് വെയർ. വായിക്കാം മക്കളെ. അപ്പോൾ 10 കൊമ്പും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എപ്പോൾ എന്ന്. ലോകമഹായുദ്ധം കഴിഞ്ഞാൽ അപ്പോൾ 10 കൊമ്പ്, 7 തലയും, 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിൻ്റെ കയ്യിലേക്ക് ഭരണം. അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് ഏകലോക ഭരണം, ന്യൂ വേൾഡ് ഓർഡർ. ഇന്ത്യയുടെ ധനമന്ത്രി സുന്ദരി നിർമ്മല സീതാരാമൻ, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മോഡി സാർ, അടുത്ത ദിവസങ്ങളിൽ റഷ്യയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി, അവരെല്ലാം പറയുന്നു ഒരുവൻ്റെ കയ്യിൽ ലോകം ഭരണം കൊടുക്കണം. അതിലേക്ക് ഇന്ന് രാത്രി പോകുന്ന ആരാ 10 കൊമ്പ്. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. കാലിക പ്രസക്തിയുള്ള, ഇതുവരെ ഡോക്ടേഴ്സ് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സംഭവങ്ങളാണ് ഇന്ന് രാത്രി RFIDയെ പറ്റി, റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ വെള്ളറിന് നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരേക ലോക ഭരണം ലോകത്തിൽ വരണം. ആരാ 10 കൊമ്പ്? ശ്രദ്ധയോടെ, വളരെ വേഗത കുറച്ച്. 1991 യൂറോപ്പ് അല്ലെങ്കിൽ പുതിയ മുളച്ചു വരുന്നു. റഷ്യ പടപട വീഴുമ്പോൾ 12 രാജ്യങ്ങളുമായി യൂറോപ്പ് മുന്നേറി. ഇന്ന് രാത്രി മുട്ടച്ചൽ നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ 30 രാജ്യങ്ങൾ അതിനകത്തുണ്ട്. 12 രാജ്യങ്ങൾ കോട്ടവകാശം. അതിൻ്റെ പ്രത്യേകത ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12 രാജ്യങ്ങളായിരുന്നു. കൃപയാൽ ഒരു രാജ്യത്തെ ദൈവം വെട്ടി വളരെ തെളിവോടെ. എൻ്റെ പ്രിയ സ്നേഹിതൻ സുധൻ സ്വാമി ഇത് ലൈവിൽ തന്നെ കൊടുക്കുക. 12-ൽ 1 പോയി. അതാ ഇന്ന് 11 രാജ്യമേ ഉള്ളൂ. ബ്രിട്ടൻ പോയി. അതിനാ ഏഷ്യാനെറ്റ് മനോരമയെല്ലാം വിളിച്ചത് ബ്രെക്സിറ്റ്. അവർ പൗണ്ടിനെ തിരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ടാണ് വെള്ളറുടെയിലെയും ചെമ്പൂരെയും കാട്ടാക്കടയും കുന്നത്തുകാലിലെയും കുഞ്ഞുങ്ങൾ. അമ്മച്ചി രാവിലെ പറയുന്നത് കേട്ടില്ലയോ? എൻ്റെ മോൻ എവിടാ? അവനിപ്പോൾ അയർലൻഡിലാണ്. മരുമോൾ എവിടാ? ഡുബ്ലിനിലാണ്. കൊച്ചുമോൻ എവിടാ? ലിവർപൂളിലാണ്. അടുത്ത പിന്നെ സഹോദരിയുടെ മകൾ എവിടാ? ലേറ്റണിലാണ്. അപ്പം അമ്മച്ചിയും പാവപ്പെട്ട വേലക്കാരിയുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേലക്കാരി പോയ അമ്മച്ചിയുടെ കാര്യം കഷ്ടമാണ്. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. പിള്ളേരെല്ലാം പ്രാക്കളെ പോലെ പറന്ന് UK-ക്കകത്ത് പോയി. സ്വോത്രം. 12-ൽ 1 ദൈവം വെട്ടി. ഇനി ഒരെണ്ണവും കൂടെ പോയാൽ അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും. അത്ര ക്ലിയറായി. അതുകൊണ്ടാണ് ഇത്രയും ക്ലിയറായിട്ട് കാണിക്കുന്ന ദൈവദാസന്മാർ. ബ്രിട്ടൻ പോയി. ഇനി 11. 7 തലയ ഇന്നത്തെ വത്തിക്കാൻ ക്യാപിറ്റോളിൻ്റെ ഹല്ലേലൂയ, പാലറ്റേനിയൻ, അവൻ്റെൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ എന്നിവയുടെ തലപ്പത്തിരിക്കുന്ന കത്തോലിക്ക സഭ. 10 രാജ്യങ്ങൾ യൂറോപ്പിനോട് കരം കൊടുക്കും. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അമേരിക്ക പതിയെ മാറിക്കഴിയുമ്പോൾ യൂറോപ്പിനോട് കരം കൊടുക്കുന്ന 10 രാജ്യങ്ങൾ. സഖാവ് പിണറായി വിജയൻ ഒറ്റയ്ക്കല്ല, 3.5 കോടി ജനത്തെ ഭരിക്കുന്നത്. കൂടെ ശിവൻകുട്ടിയുണ്ട്, വീണ ജോർജ് ഉണ്ട്, അത് കഴിഞ്ഞ് രാജീവുണ്ട്, എൻ്റെ സീനിയർ ബാലഗോപാലുണ്ട്. അപ്പോൾ ഒരു ലോക ഭരണം വരണമെങ്കിൽ 10 രാജമുടി അവൻ്റെ കൂടെ കൂടും. 10 രാജാക്കന്മാർ. ദൂഷണനാമം, എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിൻ്റെ മർമ്മം. അങ്ങനെ ഒരുവൻ ഭരണത്തിൽ വരും. സമുദ്രത്തിൽ നിന്നൊരു മൃഗം
മൃഗം കയറി വരും. ഒരു മലയാളിയല്ല, അവൻ സിറിയക്കാരനാണ്, ദാൻ ഗോത്രക്കാർ. കഴിഞ്ഞ ദിനങ്ങൾ നിങ്ങൾ കാണണം, കഴിഞ്ഞ 5 വർഷമായി സിറിയ കത്തുന്നു. 12 ലക്ഷം അഭയാർത്ഥികളെ യൂറോപ്പിലേക്ക് സിറിയ തള്ളിക്കഴിഞ്ഞു. ഈ യൂറോപ്പിനകത്തുനിന്ന് സിറിയയിൽ നിന്ന് പോയ ഇസ്രയേലിൻ്റെ ബ്ലഡിൻ്റെ അംശമുള്ള ദാൻ ഗോത്രക്കാരന് എതിർ ക്രിസ്തുവായി വരുന്നത്. അതിന് പിന്തുണ ഇന്നത്തെ വത്തിക്കാൻ കൊടുക്കുക. അതാ അന്ത്യദിനങ്ങൾ വത്തിക്കാൻ്റെ പിന്തുണയോട് വരും. അതുകൊണ്ട് സ്വാമി പ്രകാശാനന്ദയും നിങ്ങളുടെ പത്രവാർത്ത പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും അത് കഴിഞ്ഞ് കർണാടകയുടെ സ്പീക്കറും ചാണ്ടി ഉമ്മനും എല്ലാം വത്തിക്കാനിൽ നിന്ന് നിങ്ങളുടെ ഫോട്ടോ കാണുന്നതിൻ്റെ പിൻപിൽ ഒരേക ലോക ഭരണം വരുവാൻ മതത്തെ പിടിക്കുന്ന കാഴ്ച ഈ ദിവസങ്ങളിൽ കാണുന്നത്. പല വഴികൾ ഞാൻ പ്രസംഗിച്ചത് കൊണ്ട് ആ ഭാഗം ഞാൻ തൊടുന്നില്ല. ഒരു അന്ത്യകാലം. അടുത്തത് യോഹന്നാനോട് സ്വർഗം പറഞ്ഞു, ഈ ഭരണത്തിൻ്റെ പ്രത്യേകത നീ കണ്ട മൃഗം. കുഞ്ഞു വായിച്ചാട്ട് വെളിപ്പാട് 13:2. നീ കണ്ട മൃഗം വായിക്കാം. ഞാൻ കണ്ട മൃഗം യോഹന്നാൻ പുള്ളിപ്പുലിയാ. ഈ സിറിയയിൽ നിന്ന് പോയവൻ യൂറോപ്പിന്റെ പെർമിറ്റ് എടുക്കും. അഥവാ ഗ്രീസ് തകർന്നു പോയ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടറുടെ സാമ്രാജ്യം. അടുത്തത് അതിന് ഇന്നത്തെ ഇറാൻ അത്ഭുതമായിട്ട് സപ്പോർട്ട് കൊടുക്കും. അതാ കരടിക്കാൽ, മേദ്യ പാർസ്യ, പഴയ സാമ്രാജ്യം, ദാരിയവേശം, കോരശം. അതിന്റെ പിൻപിൽ 3 രാജ്യങ്ങൾ എഴുന്നേറ്റ് വരും. ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. പറയും ഭരണം അവന്റെ കയ്യിൽ കൊടുക്കുവാൻ. അടുത്ത വാക്ക് ഇന്നത്തെ മഗതിയാം ബാബിലോൺ. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇറാഖിനകത്ത് പോയി ഇറാഖിലെ മത നേതാവിനെ കണ്ടത്. അതാ മഗതിയാം ബാബിലോണിന്റെ പിന്തുണ. ഇറാഖ് അതിന് പിന്തുണ കൊടുക്കും. വായ് സിംഹം പോലെ. അടുത്തത് വായിച്ചിട്ട് മക്കളെ, അതിന് മഹാസർപ്പം വായിക്കാം. തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും മസിൽ പവർ, മണി പവർ വരുന്നു. ന്യൂ വേ വേൾഡ് ഓർഡർ ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം. അങ്ങനെയെങ്കിൽ സ്വർഗത്തിന് 3 ഘടകമുണ്ട്. ഏവർക്കും അറിയാം സ്വർഗത്തിന്റെ ഘടകം 3. 1 പിതാവായ ദൈവം, 2 പുത്രൻ ക്രിസ്തു, 3 സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ടെങ്കിൽ എതിർ ക്രിസ്തു 3 തലത്തിലാവുള്ളത്. 1 എതിർ ക്രിസ്തു, 2 മൃഗം, 3 കള്ളപ്രവാചകൻ. അങ്ങനെയെങ്കിൽ മതത്തെയും രാഷ്ട്രീയത്തെയും പിടിക്കുവാൻ ഒരുവൻ വരും. ആ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നത്. ഒരു സൈഡിൽ ഇന്നത്തെ ചാണ്ടി ഉമ്മനും സാദിഖലി ശിഹാബ് തങ്ങളും കർണാടകയുടെ സ്പീക്കർ TU ഖാദറും ഇവിടുത്തെ മത നേതാക്കന്മാർ പട്ടക്കാർ മുഴുവൻ വത്തിക്കാനിൽ നിൽക്കുന്ന ഫോട്ടോ ശിവഗിരിയെ പിടിച്ചുകൊണ്ട് ദൈവശതകത്തിൻ്റെ പേരിൽ ഒരു മതം ഉരുവാകുമ്പോൾ 4 ഭരണാധികാരികൾ കരം കൊടുക്കുന്നു. ആര്? 1 അമേരിക്കയുടെ പ്രസിഡന്റ് 47ാമതായി ട്രംപ് വന്നു, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക തലവൻ. 2 ഇസ്രയേലിൻ്റെ ടെക്നോളജി ഉള്ള ഒരു ചെറുപ്പക്കാരൻ, ട്രംപിൻ്റെ വലം കൈ, അവൻ്റെ പേര് എലോൺ മസ്ക്. 3 ഇന്ന് ലോകത്തിൽ ഏത് രാജ്യത്തോടും പോരാടാൻ കരുത്തുറ്റൊരു രാഷ്ട്രമുണ്ട്, അവൻ്റെ പേര് ഇസ്രയേൽ. 8 രാഷ്ട്രങ്ങളുമായിട്ട് മടിക്കുന്നു. 4 145 കോടിയുള്ള ജനമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ. ആര്? മിസ്റ്റർ ട്രംപ് ഭരണത്തിൽ വന്നപ്പോൾ ഇലക്ഷന് ജയിച്ചപ്പോൾ ആദ്യം കരമുയർത്തി പറഞ്ഞു, ഞങ്ങൾ കൂടെയുണ്ട് കരമുയർത്തുന്നവർക്ക്. ഇതിൻ്റെ പേരാ ഏക ലോക ഭരണം. 1 ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി അമേരിക്ക, 2 സമ്പത്തിൻ്റെ ഉടമ ഇസ്രയേൽ, 3 ടെക്നോളജിയുടെ പെരുമഴ എലോൺ മസ്ക്, 4 ഒരു സാമ്പത്തിക ക്ലേശവും ഇല്ലാത്ത ഇന്ത്യയും കൂടെ ഒരുമിക്കുമ്പോൾ 2ാമതൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറാൻ പോകുന്നു. എന്തിനു വേണ്ടി? യെരൂശലേം ദൈവാലയം പണിയുവാനും മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ് കൊടുക്കുവാനും. വായിക്കാം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ചിട്ട് കുഞ്ഞെ. വെളിപ്പാട് പുസ്തകം 13, 11, 12 വാക്യങ്ങൾ. 2ാമതൊരു മൃഗം വായിക്കാം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നു. 1ാമത്തെ മൃഗം. അതുകൊണ്ട് 2 വാക്യം കുഞ്ഞിന് കൊടുത്ത്. 1ാമത്തെ മൃഗം സമുദ്രത്തിൽ നിന്ന്, 2 ഉലകഭരണം വായിച്ചിട്ട്. 2ാമതൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അടുത്തത് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. 1 മതം, 2 രാഷ്ട്രീയം. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. വത്തിക്കാനകത്തൊരു മതം ഒരുമിക്കുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് വെറുതെയല്ല വന്നത്, അവൻ ഇസ്രായേലിന് സപ്പോർട്ടിന് വന്നതാണ്. വെള്ളക്കുതിരയുടെ പുറമോടിക്ക് വേണ്ടി ആദ്യം കാണിക്കുന്ന അന്തിക്രിസ്തു പുള്ളിയൊന്നുമല്ല. അതിനാസ്പദമായി അവൻ വന്നപ്പോൾ ആദ്യത്തെ പണി ചെയ്തു, ലെബനോനുമായിട്ട് വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നു. ഭരണത്തിൽ കയറുന്നതിന് മുമ്പിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞ് വെടിവെപ്പ് നിർത്താൻ. ഇന്ന് രാത്രി പലരും വിചാരിക്കും ഹമാസുമായിട്ടുള്ളൊന്നും അന്തിമ യുദ്ധം ആകത്തില്ല. അതിനു മുമ്പ് മിസ്റ്റർ ട്രംപ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഹമാസുമായിട്ടുള്ള പ്രശ്നം ജനുവരിയിൽ കയറുമ്പോൾ അവൻ ഒത്തുതീർപ്പാക്കും. അപ്പോൾ അവൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? ട്രംപ് ഇലക്ഷനിൽ ജയിച്ചപ്പോൾ നമ്മുടെ കേരളത്തിൽ BJP-ക്കാർ ജയിച്ച നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നന്ദി അറിയിക്കത്തില്ല. പക്ഷേ ട്രംപ് ജയിച്ചപ്പോൾ മിസ്റ്റർ നരേന്ദ്രമോദി സാർ മെസ്സേജ് ഇട്ടു, ഞങ്ങൾ കൂടെയുണ്ട് മനസ്സിലാകുന്നവർക്കായി. ട്രംപ് കൂടെ ഒരാളെ പിടിച്ചു. പൗലോസും ശീലാസും നിന്നതുപോലെ പത്രത്തിൽ ഫോട്ടോ. എലോൺ മസ്ക് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായിയെ കൂടെ പിടിച്ചു. അതിനുശേഷം ഇന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ
ബെഞ്ചമിൻ്റെ തന്നെ പറഞ്ഞു, എല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു. അങ്ങനെയെങ്കിൽ ഒരിടത്ത് മതനേതാക്കൾ ഒരുമിക്കുമ്പോൾ, ലോകത്തിലെ 4 സൂപ്പർ പവർ ഒരുമിക്കുമ്പോൾ, ദൈവമക്കൾ മനസ്സിലാക്കണം, ഒരു ഏക ലോക ഭരണം ഇവിടെ വരാറായി. അവൻ്റെ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. 1 മതം, 2 രാഷ്ട്രീയം. അങ്ങനെയെങ്കിൽ സകല മനുഷ്യനെയും അവൻ മോണിറ്റർ ചെയ്യും. അതിൻ്റെ അതിവേഗത ഇൻ്റർനെറ്റ് അതിലേക്ക് കടക്കുന്നു. സകല മനുഷ്യനെ അവൻ മോണിറ്റർ ചെയ്യും. ദൈവസഭ എടുക്കപ്പെട്ടാൽ, അതുകൊണ്ടാണ് ഞാൻ ന്യായാസനങ്ങൾ തുറന്നു. അതിൽ 2 ഭാഗം നമുക്ക് പ്രസംഗിക്കാൻ സമയമില്ല. 1 മൃഗം, 2 പ്രതിമ. അതല്ല നമ്മുടെ പ്രസംഗം. മൃഗത്തിൻ്റെ പേര്, അതിൻ്റെ സംഖ്യ, അതിൻ്റെ മുദ്ര, തല ഛേദിക്കപ്പെട്ട യഹൂദൻ, ഇവരൊക്കെ എവിടെ നിൽക്കുന്നു? 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അങ്ങനെയെങ്കിൽ ലോകം മൈക്രോചിപ്പിലേക്ക് വരുമോ? ഇനി എല്ലാം വളരെ ശ്രദ്ധയോടെ, ഏറ്റവും നൂതനമായ ടെക്നോളജി എന്ന് രാത്രി ദൈവവചനത്തിൽ കൂടി പ്രസംഗിക്കുന്നത് കുഞ്ഞു വായിച്ച് സഹായിക്കണം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18. ലോകത്തിലെ മൈക്രോചിപ്പിൻ്റെ തുടക്കം. വെളിപ്പാട് 13, 16, 17, 18 വാക്യങ്ങൾ. അന്നാളിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ, വായിച്ച് സഹായിക്കാൻ മോളെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. അന്നാളിൽ വായിച്ചു തുടങ്ങും. അത് ചെറിയവരും വലിയവരും, അന്ന് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരും എല്ലാവർക്കും വലം കൈമേലോ. അവിടെ ഒരു പുൾസോപ്പിട. ഈ വലം കൈയും നെറ്റിയുമാ കേരളക്കാർ കാണണം. വലം കൈയും നെറ്റിമേലുമാ. 2009 ഇവിടെ ഒരു സംഭവം വന്നു. അതിൻ്റെ പേര് ആധാർ. ആധാർ എടുക്കാൻ പോയൊരു വെറുതെ അല്ല ഇരുന്നത്. 2, ഒരു കാര്യം, നിങ്ങളുടെ കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ നെറ്റിത്തട സ്കാൻ ചെയ്തു. 1ാമത്തത് ആധാർ. 2, നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നെങ്കിൽ വരാൻ പോകുന്നു കൈമേലും നെറ്റിമേലും മുദ്ര. സ്റ്റാർട്ടിങ് തുടങ്ങി. അതിൻ്റെ പേര് 2009 മുതൽ ഇന്ത്യയുടെ സുന്ദരനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവന്ന്. അതിൻ്റെ പേര് നീതി ആയോഗ്. കരമുയർത്തുന്നവർക്കായി. ഇതൊക്കെ പത്രത്തിൽ വായിക്കണം അമ്മാമേ. നീതി ആയോഗിൻ്റെ എംബ്ലമായി ഇന്ന് അക്ഷയയുടെ ഓൺലൈൻ്റെ മുഴുവൻ വന്നിരിക്കുന്ന സകല മനുഷ്യനെ ഒരു സർക്യൂട്ടിൽ കൊണ്ടുവരാൻ. അത് കഴിഞ്ഞ് 2ാമത് 3 വർഷം മുമ്പ് വെള്ളറക്കാർക്കറിയാം, ഇവിടെ ഒമിക്രോണും കോവിഡും ആഞ്ഞടിച്ചപ്പോൾ ആദ്യം വീണ്ടും നിങ്ങളുടെ കൈകൾ കൊണ്ടുപോയി എവിടെ? ഒരു ഇൻഫ്രാറെഡ് മീറ്റർ വെച്ച് കയ്യിലെ ചൂടും തലയുടെ ചൂടും അളന്നെങ്കിൽ വരാൻ പോകുന്ന കൈമേലും നെറ്റിമേലും മുദ്ര. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 2 കണ്ണുകൾ ക്യാമറയുടെ മുൻപിൽ തുറന്നുകൊണ്ട് നെറ്റിത്തടം കൊടുത്തെങ്കിൽ, ആധാറിന് വേണ്ടി പ്രസത്തിനകത്ത് കൈവച്ചെങ്കിൽ, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കൈമേലും നെറ്റിമേലും മുദ്ര. ചെറിയവൻ വലിയവൻ, സമ്പന്നൻ ദരിദ്രൻ ദാസൻ. എവിടെ ഇത് തുടങ്ങി? ഇന്ത്യയിൽ ആധാർ, ഇസ്രയേലിൽ സെക്യൂരിറ്റി നമ്പർ, അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി, അത് കഴിഞ്ഞ് ആസ്ട്രേലിയയിൽ ഐഡൻറ്റിറ്റി നമ്പർ, ദുബായ്, ഗൾഫ് രാജ്യങ്ങൾ, എമിറേറ്റ്സ് ഐഡൻറ്റിറ്റി. മനുഷ്യൻ മുഴുവൻ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം. ഇനി എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിലേക്ക് അടുത്ത വാക്ക് കുഞ്ഞു വായിച്ചാട്ട്. ഇവിടെ വായിക്കാം. ഇവിടെ മുദ്ര കിട്ടുമാറ്, മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ മുദ്രയുള്ളവനല്ലാതെ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. 36,000 കേസ് കോവിഡ് കേരളത്തിൽ വന്നു. അന്ന് സഹോദരി വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാമോ? 2 ഡോസ് വാക്സിൻ എടുത്തവർക്കേ വണ്ടി കയറാവൂ, അല്ല ബാങ്കിൽ. അത് കഴിഞ്ഞ് എവിടെ? അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ കയറാവൂ. പലരും സ്റ്റിക്കർ ഒട്ടിച്ച് 2 ഡോസ് വാക്സിൻ നീഡ്. അന്ന് അവരെ വെട്ടി നിരത്തിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. വാക്സിൻ അല്ല വലുത്, ചൂട് നോക്കി ആർക്കും കയറാം. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിനകത്ത് മനുഷ്യരിന്മേൽ മഹാമാരി അടിച്ചാൽ ഇതിൻ്റെ പുറകിൽ വരാൻ പോകുന്നു കൈമേലും നെറ്റിമേലും മുദ്ര. ആ ടെക്നോളജിയിലേക്ക് ഇന്ന് രാത്രി പോകുന്ന വെളിപ്പാട് 6. ഇവിടെ ജ്ഞാനം കൊണ്ട് വായിക്കാം മക്കളെ. ഇവിടെ ജ്ഞാനം കൊണ്ട് വായിക്കാം. ഇവിടെ വായിക്കാം. അടുത്ത വാക്ക് കൈമേലും നെറ്റിമേലും വായിച്ചാട്ട്. അടുത്ത വാക്ക് ഇവിടെ ജ്ഞാനബുദ്ധി കൊണ്ട്. അടുത്ത വാക്ക് കൈമേലും നെറ്റിമേലും മുദ്ര കിട്ടാത്ത. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതാ ഇന്നത്തെ ബാർകോഡ് 666. വായിച്ചാട്ട് മോളെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? മനുഷ്യന്റെ അക്കത്തിനകത്ത് വരും. വായിക്കാം. ആ സംഖ്യ, അതിന്റെ സംഖ്യ 666. അതാണ്ട് സ്വർഗത്തിന് 3 ഘടകം: പിതാവായ ദൈവം, പുത്രൻ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. സാത്താൻ, അടുത്തത് മൃഗം, കള്ളപ്രവാചകർ. ഇവരെ 3 പേരുടെ നമ്പർ ഉണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ കാലത്തിലേക്ക് വരാൻ പോകുന്നു. അതിനാസ്പദമായി ഇനി ചെറുപ്പക്കാരും പഠിക്കുന്നവരും ബ്രാഞ്ച് അമ്മച്ചിമാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ കേൾക്കാം. താഴെ മലയാളത്തിലേക്ക് ഞാൻ വരാം. 2009 ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് 1ാമത്തെ സംഭവമായി ആധാർ വന്നു. ഇനി അത് കഴിഞ്ഞ് ഇതെവിടെ കയ്യിലേക്ക് വരാൻ പോവാ? 2013 സകല ATM കാർഡിനകത്ത് മൈക്രോ ചിപ്പ് ആഡ് ചെയ്ത് തുടങ്ങി. അതാ ആ ചിപ്പുകളുടെ പേര് നിങ്ങൾക്ക് സുന്ദരമായിട്ട്
അറിയാം, നാനോ സിലിക്കോൺ മൈക്രോ DNA. 2015 ഒരു സംഭവം നടന്നു. ആനയുടെ വാലിൽ ആദ്യമായിട്ട് മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തു. അതുകൊണ്ട് ആ കാട്ടാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വരുന്ന ആന മൃഗഡോക്ടർ സ്കാൻ ചെയ്യാതല്ലാതെ കൊണ്ടുവരത്തില്ല. മൃഗഡോക്ടർ സ്കാൻ ചെയ്യുമ്പോൾ ആനയുടെ വാലിനകത്ത് സ്കാനർ അടിക്കുമ്പോൾ യവൻ്റെ ഹല്ലേലൂയ ഗ്രന്ഥികൾക്ക് എന്തെങ്കിലും വീക്കമുണ്ടെങ്കിൽ മതമിളകാൻ സാധ്യതയുണ്ടെങ്കിൽ മൃഗഡോക്ടർ പറയും ആനപ്പാറ തെങ്ങുംതോട്ടത്തിൽ കെട്ടി മടലും കൊടുക്കാൻ സ്വോത്രം. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റുള്ള ആനയെ എഴുതി കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ പറയുമ്പോൾ ഒരാനയുടെ തൂക്കം എത്രയുണ്ട് വെള്ളറടയിലിരിക്കുന്ന പലർക്കും അറിയത്തില്ല. സ്വോത്രം. ഒരാനയുടെ തൂക്കം എത്രയുണ്ട്? 4000 മുതൽ 5500 കിലോ വരെ കൊമ്പൻ ആനയുടെ തൂക്കം. ആനയെ മേയ്ക്കുന്നത് ആര്? ആ കള്ളിമൂട്ടിലെ പാപ്പൻ ചേട്ടൻ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. 55 കിലോയും ഒരു ചുള്ളിപടിയും. ഇതിലേക്ക് കുന്നത്തുകാലും വെള്ളറടയും ലെഫ്റ്റും റൈറ്റും കുരിശുമല കയറ്റുന്നു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. 5000 കിലോ തൂക്കമുള്ള ആനയെ 55 കിലോ തൂക്കമുള്ള കള്ളിമൂട്ടിലെ കുഞ്ഞച്ച ലെഫ്റ്റും റൈറ്റുമായിട്ട് കൊണ്ടുപോകുന്ന സ്വോത്രം. അങ്ങനെയെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതിശയവും ഭയങ്കരവുമായ സ്വോത്രം. അപ്പൊ കൊരങ്ങനും ചിമ്പാൻസിയും പരിണമിച്ചതല്ല മനുഷ്യൻ. സ്വർഗത്തിലെ ദൈവത്തിന്റെ സൃഷ്ടിയ നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ മഹത്വം മനുഷ്യൻ. മനസ്സിലാകുന്നവർക്കായി 5000 കിലോമീറ്റർ ദൂരമുള്ള 5000 കിലോ വെയിറ്റുള്ള ആനയെ മേയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഇന്ന് നിങ്ങളെല്ലാം ക്രിക്കറ്റ് കളി കാണുന്നവരാ. ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ ഒരു ക്രിക്കറ്റ് കളിത്താരമുണ്ട്. അവൻ്റെ പേരാണ് വിരാട് കോഹ്ലി. അവൻ എയർപോർട്ടിൽ ചെന്ന് കാത്തിരിക്കാൻ വയ്യ. അതിനുവേണ്ടി അവൻ കൊണ്ടുവന്നിരിക്കാം RFID ചിപ്പ്, പാസ്പോർട്ടിനകത്ത് ചിപ്പ്. 4 മേഖല. 1 ആധാർ, അത് കഴിഞ്ഞിട്ട് ATM, 2 കഴിഞ്ഞു. 3 ആനയുടെ വാലിൽ. ആനയുടെ വാലിൻ്റെ കാര്യം കൂടെ ഒരിക്കൽ പറഞ്ഞുതരാം. സ്വോത്രം. ഇടുക്കിക്കാരെ വിറപ്പിക്കുന്ന ഒരു കൊമ്പനുണ്ടായിരുന്നു, ഭാഷമാർക്കറിയാം. അവൻ്റെ പേരായിരുന്നു അരിക്കൊമ്പൻ. അവനെ ഇപ്പം ചാടിച്ച് അവിടെ കൊണ്ടുവന്നറിയാമോ? ഈ തിരുനെൽവേലി, അതിൻ്റെ പേരാ കോതയാറ്, പൊന്മുടിക്ക് അക്കരെ അവൻ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനോരമ പത്രത്തിൽ വരും, നമ്മുടെ അരിക്കൊമ്പൻ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ വെള്ളറക്കാർ വിചാരിക്കും മനോരമയിലെ ജോണി ലൂക്കോസ് പോയി സുധൻ പടമെടുത്തോലെ പടമെടുത്തന്ന് 7 അയലത്തി എല്ലാം പറ്റത്തില്ല, റെഡിയാക്കും അവൻ. സ്വോത്രം. അതിൻ്റെ അർത്ഥം അവൻ്റെ വാലയിൽ മൈക്രോ ചിപ്പുണ്ട്. അത് ISR ഇവിടെ സാറ്റലൈറ്റ് വഴി എടുക്കുന്ന ഫോട്ടോയാ. അരിക്കൊമ്പൻ കോതയാറ് ഹല്ലേലൂയ പാടുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ആന എവിടെ നിൽക്കുന്നെന്ന് സാറ്റലൈറ്റിന് അറിയാമെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ എവിടെയെന്ന് ഇവിടുത്തെ കമ്പ്യൂട്ടർ സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നു. അതിനുവേണ്ടി ഇന്ന് രാത്രിയിലെ പ്രസംഗം. RFID കഴിഞ്ഞു. 2021 കോവിഡ് കാലത്ത് നിങ്ങളുടെ എല്ലാം കാറിൻ്റെ ഫ്രണ്ടിൽ ഒരു സാധനം വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് ഫാസ്ടാഗ് അല്ല അമ്മാമ. ഇന്ന് രാത്രി അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് RFID, റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ. ഈ വാഹനം ലോകത്തെവിടെ സഞ്ചരിച്ചാലും ഇത് കമ്പ്യൂട്ടറിനകത്ത് മോണിറ്റർ ചെയ്യുന്ന ചിപ്പ ഇന്ന് കാറിനകത്ത് വന്നെങ്കിൽ 6ാമത്തെ ഘടകം ഇവിടെ വന്നു. അതിൻ്റെ പേരാ QR കോഡ്. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. റെഡിയായില്ലയോ? വെള്ളറടയെന്ന് സ്വോത്രം. പനച്ചുമൂട്ടിലോട്ട് പോകുമ്പോൾ തട്ടുകടയുണ്ട്. അവിടെ 10 ചായ. ഇതായിരിക്കുന്ന ഫോൺപേയുടെ QR കോഡ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. എല്ലായിടത്തും QR കോഡ്. അവസാന ഭാഗമായി ഇനി കൈകളിലേക്ക് QR കോഡ് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാണ് പറയുന്നത്, ഇന്ന് ചെറുപ്പക്കാരയിലും പെൺപിള്ളാരയിലും ഒന്നും പൈസയില്ല. സ്വോത്രം. 2 മൊബൈലോ, ഒന്ന് പാക്കറ്റിനകത്ത്, ഒന്ന് ബാഗിനകത്ത്. സ്വോത്രം. എവിടെ ചെന്നാലും ചപ്പാത്തി കഴിച്ചാലും കീ കൂക്കു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതിൻ്റെ സെൻട്രൽ ഓഫീസ് എവിടെയാണെന്നറിയാമോ? ഇസ്രയേലിലാണ്. ഈ 3 സിസ്റ്റം. 1 ഇന്റൽ, 2 IBM, 3 മൈക്രോസോഫ്റ്റ്. ഇത് 3 മോണിറ്റർ ചെയ്ത ഇസ്രയേലാണ്. അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ അവനോട് കളിക്കാതിരിക്കുന്നത്. ഇന്ന് രാത്രി വെള്ളറക്കാരോട് ഞാൻ പറയാം, 10,000-2000 രൂപയെങ്കിലും നോട്ട് കൈവച്ചേക്കണം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇപ്പം തന്നെ അവൻ അടിയെറിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക. വെള്ളറടയുള്ള ലൈമാൻ ഇടയ്ക്കൊരു പീസ് ഊരിയാൽ പിന്നെ വെള്ളറട ഇരുട്ടിലാവും. അതുപോലെ ഇസ്രയേലിന് നേരെ കല്ലെറിഞ്ഞാൽ 3 പീസും അവൻ അങ്ങ് ഊരും. 11 KB കട്ടാക്കുന്ന പോലെ. സ്വോത്രം. അന്ന് IBM ഇല്ല, ഇന്റലും ഇല്ല, മൈക്രോസോഫ്റ്റും ഇല്ല. ചിന്നമ്മാമ ബാങ്കിൽ കാശ് എടുക്കാൻ പോയാൽ കമ്പ്യൂട്ടർ അനങ്ങത്തുമില്ല. സ്വോത്രം. നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്യത്തില്ല. സ്വോത്രം. അതുകൊണ്ട് മിൽമാപ്പാൽ മേടിച്ചു കൊച്ചുങ്ങൾക്ക് വണ്ടിക്കൂലി കൊടുക്കണേ. കീ കൂക്കു പോലെ എപ്പോഴും ഇച്ചിരി ചില്ലറ കരുതി വെച്ചേക്കണം ബുദ്ധിയുള്ള മനുഷ്യർക്കായി. സ്വോത്രം. അതിനാ പറയുന്ന ബ്ലറർ. ഇപ്പം തന്നെ അവൻ കുഴപ്പക്കാരനാണ്. അതുകൊണ്ട് QR കോഡൊക്കെ അടിച്ചോട്ട്. ഇന്നാളവൻ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കൊച്ചു പീസ് ഇസ്രയേൽ ഊരി. അന്നാ ഇൻഡിഗോയുടെ 190 വിമാനം എയർപോർട്ടിൽ കിടന്ന് കണ്ണുനീർ എന്ന് മാറുമോ, വേദന എന്ന് തീരുമോ, ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എല്ലാം പോയി. സ്വോത്രം. അങ്ങനെയെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതെല്ലാം ഒരുവൻ്റെ കയ്യിൽ ചെല്ലും. അങ്ങനെയെങ്കിൽ QR കോഡ്. 7ാമത്തെ സയൻസ് കേട്ടോണം. ഇന്ന് നിങ്ങൾ എയർപോർട്ടിൽ പോയാൽ, സുരേഷ് പാസ് ഇവിടെ ഇരിക്കുന്ന മനസ്സിലാക്കണം, പണ്ട് ബോർഡിംഗ് പാസും കാണിക്കണം, ടിക്കറ്റും കാണിക്കണം, എല്ലാം കാണിക്കണം. ഇന്ന് QR കോഡ് ഒരു ഗ്ലാസ്സിനകത്ത് ടൈപ്പ് ചെയ്ത് കൈ കാണിച്ചാൽ, QR കോഡ് ഈ ഗ്ലാസ്സിനകത്ത് കാണിച്ചാൽ തന്നെ വാതിൽ തുറന്നു വരും. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. ഇതാ വരുന്നത് മൈക്രോ ചിപ്പ്.
മൈക്രോചിപ്പ്. ഇനി പാസ്പോർട്ട് വേണ്ട, ടിക്കറ്റ് വേണ്ട, ബോർഡിംഗ് പാസ് വേണ്ട. ഓൺലൈനിൽ കൂടി QR കോഡ് എടുത്താൽ ഏത് എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഒരു ഗ്ലാസിനകത്ത് കൈ കാണിക്കുമ്പോൾ തന്നെ വാതിൽ തുറന്നു വരും. മനസ്സിലാകുന്നവർക്കായി ലോകം മൈക്രോചിപ്പിലേക്ക് തിരുവനന്തപുരത്ത് യാത്ര ചെയ്തവർക്കറിയാം. റിലയൻസിൻ്റെ ബിഗ് ബസാർ, അതുപോലെ തന്നെ നിങ്ങൾ ലൂലു മാള്, അവിടെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി വേണ്ട. നമ്മൾ ദൂരെ നിൽക്കുമ്പോൾ നമ്മുടെ നെറ്റിത്തടം ഒരു ക്യാമറ കാണുമ്പോൾ രണ്ട് വാതിൽ തുറന്നു വരുന്നത് പോലെ ഇനി ഇവിടുത്തെ നിയന്ത്രിത സംവിധാനങ്ങൾ പറയുന്നു QR കോഡ് വേണ്ട, മൈക്രോചിപ്പ് വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഒരു പടി കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈക്രോചിപ്പ് വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയും, അതൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് തൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ശ്രദ്ധയോടെ ഇരിക്കണം. മെഡിക്കൽ സയൻസിലേക്കാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ എവിടെ മനുഷ്യൻ്റെ കൈമുദ്രയിടും? വിശുദ്ധ ബൈബിളിനുണ്ടോ ആരുടെ തല ഛേദിക്കും? വായിക്കാവും. ആരാദ്യം കൈമുദ്രയിട്ടു, എവിടെ കൈമുദ്രയിടും? ഈ വഴിയാധാരമായ ആധാറിനകത്ത് കൈമുദ്രയിടുന്നത് ഞങ്ങളുടെ ബൈബിളിനകത്തുണ്ടോ? കുഞ്ഞു വായിച്ച സഹായിക്കുക. യോബിൻ്റെ പുസ്തകം 37 വാക്യം മോളത് വായിച്ചാട്ടെ. ജോബ് ചാപ്റ്റർ 37:7 വായിച്ചാട്ടെ. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. അതാ ഈ കോവിഡ് ആധാർ കണ്ടില്ലയോ? അപ്പൊ യോബ് ആര്? നമ്മുടെ ബൈബിൾ ആര്? ഇതാ ബൈബിളിന്റെ തനിമ. 3000 കൊല്ലങ്ങൾക്ക് മുമ്പ്, എല്ലാവരും കേട്ടാട്ടമ്മാമേ, 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഊസ്ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ്റെ പേര് അയ്യോബ്. ഭാര്യയും 10 മക്കളും ഉണ്ടായിരുന്നു. സാത്താനൊന്ന് സന്ദർശിച്ചു. നമ്പർ 1 ആടുമാടുകൾ പോയി, നമ്പർ 2 10 മക്കൾ പോയി. എന്നിട്ടും പരസ്യയോഗം തീർന്നില്ല. അവസാനം അവന് 3-4 രോഗങ്ങളായി. അവന് കിടപ്പിലാകാറായി. ആ സമയത്ത് അമ്മാമ്മ സൗണ്ട് ബോക്സും ആംപ്ലിഫയറും എല്ലാം വിറ്റ് കാശ് മേടിച്ചു. മനസ്സിലാക്കുന്നവർക്കായി പാവപ്പെട്ട ഇയ്യോബിനെ എവിടെ കൊണ്ടുപോയി? പശുക്കളുടെ കൂടെ കളിയിൽ കിടത്തി ഞങ്ങൾക്ക് കിട്ടുന്ന പോലെ 6 റൂട്ടും കട്ടൻ കാപ്പി. അതിനുശേഷം ഇയ്യോബിൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു, എലീഫസും ബിന്ദാദും. അവന്മാർക്ക് ഗ്രിൽഡ് ചിക്കനും അൽഫഹാമും കുഴിമന്തി. സ്വോത്രം ഈ അമ്മാമ്മ ചെയ്തതാ, മനസ്സിലാക്കണം. സ്വോത്രം. അപ്പോൾ അമ്മാമ്മ പറഞ്ഞു, മൈക്കും ആംപ്ലിഫയറും വിറ്റ് സൂചിച്ചയൊക്കെ നിർത്തുന്നില്ലയോ? ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. അവസാന ശ്വാസത്തിനകത്ത് ഓട്ട് കഷണം കൊണ്ട് പരുക്കൾ ശരീരം ബാധിക്കുമ്പോഴും ഇയ്യോബ് കരമുയർത്തി പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. ഇതാ ഞങ്ങളുടെ ദൈവവചനത്തിൻ്റെ പ്രത്യാശ. ഇന്ന് രാത്രി എന്താ? എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. പെന്തിക്കോസുകാർ കേട്ടാട്ടെ, മരണാനന്തര ജീവിതമുണ്ടോ? ഇന്ന് പലരും പറയും മരണത്തോടു കൂടി ആസ്വദിച്ചങ്ങ് തീരാന്ന്. ബഥാനിയിൽ ഒരു ഭവനമുണ്ടായിരുന്നു. ഭവനത്തിൻ്റെ പേരാ ലാസറിൻ്റെ ഭവനം. അവിടെ നല്ലൊരു ബൈബിൾ സ്കൂൾ കർത്താവ് നടത്തിയിരുന്നു. ആരാ? 1 മാർത്ത, 2 മറിയ, 3 ലാസർ. മാർത്ത കട്ടൻ കാപ്പി, മറിയ നോട്ട് എഴുതും, ലാസർ പോസ്റ്റ് ഒട്ടിക്കും, പ്ലസ് മുട്ടച്ചൽ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ BTHൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. യേശു ഒരു മൊബൈൽ നമ്പർ കൊടുത്തു പോയി. അന്ന് ആദ്യം ഹാർട്ട് അറ്റാക്ക് വന്നു ലാസറിന്. അവന് ബൈപ്പാസ് കഴിഞ്ഞു. 2 അവന് ഷുഗർ മൂർച്ഛിച്ചു. അവൻ്റെ കാലിൻ്റെ നഖമെടുത്ത് കളഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കാലത്ത് അവന് ക്യാൻസറോട് വന്നു. ഇപ്പം അവൻ അതിവേദനയാണ്. എല്ലാവരും പറഞ്ഞ് യേശു വന്ന് ഇവിടെ പുഴുക്കഞ്ചീനിയും കട്ടനും ഒക്കെ കഴിച്ചല്ലേ വാട്സപ്പ് അടിക്കാൻ. യേശുവിന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, വന്നില്ല. ലാസർ എഴുന്നേൽക്കുമ്പോഴെല്ലാം ചോദിക്കും, എൻ്റെ നാഥൻ യേശു വന്നു. അവരും സഹോദരിമാർ പറയും, മോനെ വരും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. സ്വോത്രം. എന്താ സംഭവിക്കുന്നത്? മരണാനന്തര ജീവിതം. എന്താ സംഭവിച്ചത്? ലാസറിനെ എവിടെ കൊണ്ടുപോയെന്നറിയാമോ? ശീലകൾ ചുറ്റി കല്ലറയ്ക്കകത്തടക്കി. 1-ാം ദിവസം യേശു വന്നില്ല. 24 ഇതാ മരണാനന്തരം. അവൻ്റെ ശരീരം കട്ടപിടിക്കും. 48 ഓർഗൻസ് ഫെയിലുവറാവും. 72 ചലനം മുഴുവൻ ഇല്ലാതാകും. 96 നാറ്റം വെക്കും. മനസ്സിലാകുന്നവർക്കായി 3 ദിവസവും യേശുവിന് മെസ്സേജ് കിട്ടി. യേശു എന്താ വരാതിരിക്കാൻ കാര്യം? യഹൂദൻ്റെ ആചാരം, ഒരു മനുഷ്യൻ മരിച്ചാൽ കല്ലറയുടെ ചുറ്റും 3 ദിവസം ആത്മാവ് കറങ്ങുമെന്ന്. സ്വോത്രം. അപ്പം കറങ്ങിയാൽ യേശു വന്നാൽ ഇതിനെ പ്രാർത്ഥിച്ച് അവനെ കയറ്റി ഉയർത്തെഴുന്നേറ്റിക്കുന്നവർ. അതുകൊണ്ടാണ് യേശു 3-ാം ദിവസം വരാതെ 4-ാം ദിവസം വന്നത്. ഇന്ന് വെള്ളറക്കാരോട് പറയാം, അപ്പച്ച മരിച്ച കല്ലറയുടെ അടുത്തൂടെ 2 കൊല്ലമായിട്ട് മക്കൾ പോകത്തില്ല. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി അപ്പച്ചൻ അവിടെ ഇരിക്കുന്നത്. ചില അമ്മച്ചിമാർ പെങ്കൊച്ചുങ്ങളുടെ കല്യാണം ഇങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ മുറ്റത്തൊരു കാക്കയോ പരിന്ത വന്ന പ്ലാവേരുന്ന് കൂക്ക് പറയുമ്പോൾ അമ്മച്ചി പറയും, അപ്പച്ചൻ ഈ സിസിലിയുടെ കല്യാണം കാണാൻ വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ അപ്പച്ചൻ മരിച്ചു പോയി. ഇപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് കീ പറയുവാന്ന്. സ്വോത്രം. ഇനി മേളിൽ അങ്ങനെ പറയരുത്. പറയുന്നവരുണ്ട്. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? കണ്ടോ? ഈ രാത്രി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഞാനും ശാരീരിക ക്ലേശമുള്ള വ്യക്തി കുഴഞ്ഞ് വീണ്ടും ഇവിടെ മരിക്കാം. ഉടനെ എൻ്റെ സ്നേഹിതൻ ദേവനേശൻ പാസ് പെട്ടെന്നെല്ലാം റെഡിയാക്കി എവിടെ കൊണ്ടു? ആനപ്പാറ താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകും. അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ പറയും, നിന്ന
അപ്പോഴോ തണുപ്പ് കിട്ടിയില്ല, -23 അടിച്ച് ഇച്ചിരി അങ്ങ് തണുപ്പിച്ചോളാം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. പിറ്റേന്ന് പത്രത്തിലോ അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതൻ സുധൻ സ്വാമി കൊടുക്കും, പ്രഭാഷണ മധ്യ സജു ചാത്തന്നൂർ കുഴഞ്ഞു വീണ് മരിച്ചുപോയി. അപ്പോഴും എൻ്റെ ബോഡി ആനപ്പാറ എവിടെ കിടക്കുന്നു, ആശുപത്രിയുടെ അതിനകത്ത് കിടക്കുക. അപ്പം കിടക്കുന്നത് എൻ്റെ ഭൗതിക ശരീരം, പോയവൻ്റെ പേരാ സജു ചാത്തന്നൂർ. അതുകൊണ്ട് ബൈബിൾ ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞു. മണ്ണെ പ്രതിനി മാണിക്യം വെടിയരുത്. അതിനുവേണ്ടിയ മുട്ടച്ചൽ കൺവെൻഷൻ, അതിൻ്റെ പേര് രക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമാക്കിയവർ. മരിച്ച് ഡെഡ് ബോഡി ആനപ്പാറ കടന്നാൽ ഞങ്ങൾ വിശ്വാസത്തിൽ കരമുയർത്ത് അവൻ മഹത്വത്തിൽ പ്രവേശിച്ചു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്വോത്രം. സ്വോത്രം. യേശു എവിടെ വന്നോ? എവിടെ വന്നത്? സുന്ദരമായിട്ട് ലാസറിൻ്റെ കല്ലറയുടെ വീട്ടിൽ വരുമ്പോൾ സഹോദരിമാർ പറഞ്ഞു, യേശുവേ നീ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം ഇവിടെ നടക്കത്തില്ലായിരുന്നു. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവൻ ലാസറിൻ്റെ കല്ലറയുടെ മുൻപിൽ പോയി. ബൈബിളും സയൻസും 24 ബ്ലഡിൻ്റെ ചലനം, 48 അവയവം പോയി, 72 സന്ധികൾ വേർപെട്ടു, 96 നാറ്റം വെച്ച് കഴിഞ്ഞു. ലോകം പറയും പുറത്തു വരത്തില്ലെന്ന്. പക്ഷേ ഏതെൻ്റെ പൂങ്കാവനത്തിനകത്ത് ആദമിൻ്റെ മൂക്കിനകത്ത് ജീവശ്വാസമോദിയ സർവശക്തൻ്റെ പുത്രൻ്റെ ശ്വാസം എവിടെ? കല്ലറയ്ക്കകത്ത് വന്ന് ഒരു വിളി വിളിച്ചു, ലാസറേ ലാസറേ പുറത്തു വരിക. അവൻ എന്ത് ചെയ്തു? പടപട അവൻ പുറത്തു വന്നു. 108 ആംബുലൻസിനകത്ത് നിംസ് മെഡിസിറ്റി കൊണ്ടുപോയോ? ഇല്ല. അതിനുശേഷം അവൻ്റെ കൈകാലുകൾ നോക്കിയാട്ട് അവനെവിടെ? പന്തിക്കകത്തിരിക്കുന്ന കാഴ്ച. ഇന്ന് രാത്രി ബൈബിൾ ഇതാ ഞങ്ങളുടെ പ്രത്യാശ, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ബലഹീനതയിൽ വിതയ്ക്ക്, ശക്തിയിൽ ഉയർക്ക്, അപമാനത്തിൽ വിതയ്ക്ക്, തേജസ്സിൽ ഉയർക്ക്. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി രൂപാന്തരപ്പെടും. എന്ന് രാത്രി കരമുയർത്തി നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടസാരമില്ല. മുട്ടച്ചൽ ഇന്ന് രാത്രി വചനം ഏറ്റെടുത്താട്ടെ. വീട്ടിൽ ചെന്ന് 12 നോക്കണം. നാറ്റം വെച്ച ലാസർ യേശുവിൻ്റെ കൂടെ പന്തിയിലിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി അമ്മാമേ, ശരീരത്തിന് ഇത്തിരി ബലഹീനത കാണും. അച്ചായ ശരീരത്തിനകത്ത് വിരൽ മുറിച്ചതായിരിക്കും, ഒരുപക്ഷെ പല പ്രാവശ്യം ആനപ്പാറ കയറിയതായിരിക്കും. പക്ഷേ മഹിമയുടെ സിംഹാസനത്തിൽ നാം വെളിപ്പെടുമ്പോൾ മനസ്സിലാക്കണം, ഇന്ന് നാം അംശമായി കാണുന്നു, ഇന്ന് നാം അംശമായി പ്രവചിക്കുമ്പോൾ ഈ കഷ്ടതകളെല്ലാം തീരും. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ആരാ ഇയ്യോബ്? ഊസ് ദേശത്തുള്ള സുന്ദരനായ ഒരു പുരുഷൻ. ബൈബിളിനകത്തുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ദൈവമാര് സാധാരണ ദൈവത്തെയല്ല നീ ആരാധിക്കുന്നത്. 10,000 മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് തൻ്റെ ഭക്തന് വേണ്ടി ചതുദ്രമ പ്രണത്ത് മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് വച്ചവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഒരു സ്കാനും വേണ്ട, അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവൻ. അങ്ങനെയെങ്കിൽ താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ എവിടെയെന്നറിയുക? ഈ മനുഷ്യൻ്റെ കൈമുദ്രയിടുന്നു. 4-5 പേര് വിട്ടിരിക്കുന്നു. ഞാനിവിടെ വെള്ളറുടെ കൺവെൻഷൻ വന്നു. എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, ദാനം പാസ്റ്റുണ്ട്, ദേവനേശൻ പാസ്റ്റുണ്ട്, അത് കഴിഞ്ഞ് ഷാജി പാസ്റ്റുണ്ട്, അത് കഴിഞ്ഞ് സോമൻ പാസ്റ്റുണ്ട്. ഞങ്ങൾ 5 പേരുടെ നമ്പരുമായിട്ട് റേഷൻ കട അരി മേടിക്കാൻ പോയി. കേട്ടോണേ, വെള്ളറുടെ പോയി. എൻ്റെ കാർഡ് ദേവനേശൻ പാസ് കൊടുത്തു, ദേവനേശൻ പാസ് സോമൻ പാസ് കൊടുത്തു, സോമൻ പാസ് ദാനത്തിന് കൊടുത്തു, ദാനം പാസിൻ്റെ കാർഡ് ആർക്ക് കൊടുത്തു? ഷാജി പാസ് കൊടുത്തു. നമ്പർ മാത്രം കൊടുത്ത് കൈവച്ചാൽ റേഷൻ കിട്ടൂ. പെന്തിക്കോസുകാർക്ക് വേണ്ടിയാ വിരലടയാളം പരിശോധിക്കുന്നു. തമിഴ്നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളറയുടെ ചേട്ടൻ പറയും, അയ്യാ കൈ ഏമാത്തി കാണിക്കാതെ സ്ഥലം വിട്ടോളാം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. അപ്പം ഞങ്ങളുടെ കൈക്കകത്തൊരു രേഖയുണ്ട്. ആരായി രേഖ വരച്ചത്? ഈ പെന്തിക്കോസുകാരിന്ന് ഫലവും വാരവും എല്ലാം നോക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറയുന്നത്. സ്വോത്രം. ഇന്ന് ആരാ നമ്മുടെ കയ്യിൽ രേഖ വരച്ചത്? ഇവിടെ നിങ്ങൾ കൈവെക്കുമ്പോൾ ഈ പോസ് ന്യൂഡൽഹി വഴി തിരുവനന്തപുരം 4 കിലോ 3 കിലോ 2 കിലോ 2 ആട്ടപ്പൊടി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ കൈക്കകത്ത് രേഖ വരച്ച ഒരുവനുണ്ട്. ആരാ? അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവൻ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കെങ്കിൽ, സഹോദരി ഇരിക്കുന്നത് അറിയുന്ന ദൈവം, ചെറുപ്പക്കാര എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, അച്ചായ നടപ്പറിയുന്ന ദൈവം, അമ്മാമ കിടക്കുന്നത് അറിയുന്ന ദൈവം. ഇന്ന് രാത്രി കയറമുയർത്തി പറ, ആകാശത്ത് കയറിയാലും അവൻ്റെ കരം എന്നെ തേടിയെത്തും. ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കിടക്ക വിരിച്ചാലും അവൻ്റെ കരം എന്നെ തേടിയെത്ത്. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്ക് നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. എന്നാൽ മുട്ടച്ചലിൽ നീ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നില്ല. ഇന്ന് രാത്രി ഓ ഹല്ലേലൂയ, തേക്കുപാറ ഇളകട്ടെ. ഇയ്യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം മുട്ടച്ചലിൽ നിന്റെ ഭവനത്തെ കാത്ത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഇവിടെ ഭൂകമ്പം വരട്ടെ. കീഴ ശാശ്വത ഭുജങ്ങൾ വെച്ച ദൈവത്തെ നീ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി ദുഷ്ടപിശാച് നടുങ്ങട്ടെ. ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എൻ്റെ
കൂടാരത്തിൽ എടുക്കയില്ല. എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം കരമുയർത്ത് സിംഹത്തിന്മേലും ആണലിമേലും ഞാൻ ചവിട്ട് പെരുമ്പാമ്പിനെയും മെതിച്ചു കളയാ എന്ന് രാത്രി. അതുകൊണ്ട് വിശ്വാസത്തോടെ പറ, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. കരമുയർത്തുന്നവർക്കായി അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. ഈ പോസിന് വേണ്ടി കൈവച്ച് റേഷൻ മേടിച്ച് ഒരു ചേട്ടനും ചേച്ചിയും പോയി ഇനി കോട്ടൂരിലെ മന്ത്രവാദിയുടെ കൈ കൊടുക്കരുത്. കരമുയർത്തുന്നവർക്ക് ശ്രോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി അവനറിയാതെ നിൻ്റെ തലയിലെ ഒരു മുടിനാര് പോലും പൊഴിയത്തില്ല. അങ്ങനെയെങ്കിൽ മൈക്രോചിപ്പിലേക്ക് ലോകം ഇതാ ഞങ്ങളുടെ ബൈബിൾ 666 ഒരു മുദ്ര. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് പ്രസംഗിച്ചാൽ ആൾക്കാർ പറയും, എന്താ പാസ്റ്റർമാർ പറയുന്നത്? ഇതാ കിടക്കുന്നു അമേരിക്കയിലെ വൈറ്റ് വയസ്സിൽ കയറിയ ബ്ലാക്ക്മാൻ സുന്ദരമായിട്ട് ഇതാ മുദ്ര വെച്ച് കഴിഞ്ഞു. ബൈബിൾ അത്ര ക്ലിയറായി കഴിഞ്ഞു. ഇന്ന് രാത്രി കേരള യൂണിവേഴ്സിറ്റിയുടെ അടുത്ത പഠനം, എൻ്റെ പ്രസംഗം അതല്ല, ഏറ്റവും നിർണായകമായ 6 കഥ കിടക്കുന്നു. കൈമേലും നെറ്റിമേലും ചിപ്പ് വെക്കുന്നത് ലോകത്തിലാദ്യമായി ഇതാ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി തയ്യാറാക്കുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ കിടക്കുന്നു മൃഗത്തിൻ്റെ പ്രതിമയുടെ മുദ്ര ലോകം വരും. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുന്നതിന് സകല മനുഷ്യനും കൈമുദ്രയിടുന്നു. ഇനി ഇസ്രയേലിലേക്ക് ഈ മൈക്രോചിപ്പ് വരുമോ? ആരാ തല ഛേദിക്കപ്പെട്ട ആത്മാക്കൾ? മനസ്സിലാകുന്നവർക്കായി യഹൂദൻ്റെ കൊച്ചുമക്കൾ 3 പേര്. അതാ മോശയുടെ കുടുംബത്തിനകത്ത് ഹസദീക്കും ഹർദീക്കും നെട്ടൂരിക്കർത്ത. അവന്മാർ വാക്സിൻ എടുത്തിട്ടില്ല, മൈക്രോചിപ്പ് എടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്തുകൊണ്ട് അവർ മൈക്രോചിപ്പ് വെക്കത്തില്ല? ഇലോൺ മസ്ക് ആണ് ഏറ്റവും നിർണായകം. ഞാനിത് പുറകിലോട്ട് പറഞ്ഞുതരാം. അങ്ങനെയെങ്കിൽ ലേവ്യ പുസ്തകം, ആ പുറപ്പാട് പുസ്തകം വായിച്ചാട്ടെ 13:9. യഹൂദൻ എന്തുകൊണ്ട് മൈക്രോചിപ്പ് വെക്കത്തില്ല? വായിക്കാം. പുറപ്പാട് പുസ്തകം 13:9. കുഞ്ഞു വായിച്ചാട്ടെ. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈമേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ. വായിച്ചാട്ട് മോളെ. ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. ദാണ്ട ഇന്ന് ഇസ്രായേലിൽ നോക്കിയാൽ മതി. മോശയുടെ കൊച്ചുമക്കളാ കറുത്ത പാൻറ്റും കറുത്ത ഷർട്ട് വിട്ടിട്ട് എവിടാ പള്ളിയുടെ അഭിലാപം അതിലെ കിടന്ന് തലയിടിക്കുന്നത്. അവരുടെ കയ്യിൽ ആ വചനം, അതിൻ്റെ പേരാ യൂദ്ഹേ. തലയിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. മുട്ടച്ചൽ അവറാച്ചൻ തേങ്ങ കയറാൻ പോകുന്ന തലയിൽ കെട്ട്, അതിൻ്റെ പേരാ വൗഹേ. ഇത് രണ്ടും എതിർക്കസ് വരുമ്പോൾ ഈ 2 കെട്ടഴിച്ച് വചനം മാറ്റും. അതുകൊണ്ട് അവനെ മൈക്രോചിപ്പ് വെക്കാത്തത്. കോവിഡ് വന്നപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യഹൂദനോട് പറഞ്ഞ കാര്യമുണ്ട്, പ്രായമുള്ളവർക്ക് ഒരു മൈക്രോചിപ്പ് തരാം. അതിൻ്റെ പേരാ ഹൈഷാൻ. കുഞ്ഞുങ്ങളുടെ നേർക്ക് ഒരു മൈക്രോചിപ്പ് തരാം. അതിൻ്റെ പേരാ ഷാബ്. അപ്പം ദൈവം എടുത്ത് അവനെ തോട്ടിക്കളഞ്ഞു. അവന് പകരമായിട്ട് യായിർ ലാത്തീഫ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായി കോവിഡ് കാലത്ത് വന്ന് വചനത്തോട് ആര് മറുതലിക്കുന്നു അവനെ ദൈവം ന്യായം വിധിക്കും. കണ്ടോ? യഹോവയെ മറക്കുന്നവർ ഇതോർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ വെട്ടിക്കളയും. സ്വത്ര. അത് കഴിഞ്ഞ് രണ്ടാമത് അവൻ നിലവിളിച്ചതിന് ശേഷം ഇപ്പം ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വന്നത്. 2 ഈ പാളയത്തിനകത്ത് ചിപ്പേക്കിട്ടാൽ അവൻ ആരാശുദ്ധനാന്ന്. ലേവ്യ പുസ്തകം 13:28. ആരുടെ തല ഛേദിക്കപ്പെടും? വായിച്ചാട്ടെ. ലേവ്യ പുസ്തകം 13:28 വായിച്ചാട്ട് മോളെ. അടുത്ത എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ, ഈ മൈക്രോചിപ്പ് തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പാകുന്നു. യഹൂദൻ ഒരു കാലത്തും കൈക്കകത്ത് ഈ മൈക്രോചിപ്പ് വെക്കത്തില്ല. അടുത്തത് പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അവനെ ശുദ്ധിയുള്ളവനെന്ന് വിളിക്കണം. മനസ്സിലാക്കുന്നവർക്കായി ഇത്രയും ടെക്നോളജി 95 ലക്ഷം ഇപ്പൊ ഇസ്രായേൽ, IBM, ഇന്റൽ, മൈക്രോസോഫ്റ്റ്, ലോകം മുഴുവൻ എലോൺ മസ്ക് ചിപ്പ് കൊടുക്കുന്നു. യഹൂദൻ ഇത് വെക്കത്തിൽ. അവൻ്റെ കയ്യിലിരിക്കുന്ന മോശയുടെ ന്യായപ്രമാണം അതാ വായിച്ചത്. കണ്ടോ? കൈമേലോ നെറ്റിമേലോ ഒരടയാളമുണ്ടെങ്കിൽ അവൻ പാളയത്തിനകത്ത് ശപിക്കപ്പെട്ടവൻ. അവനെ പുരോഹിതൻ ശുദ്ധൻ എന്ന് വിളിക്കാൻ ചൂട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഈ യഹൂദൻ മുദ്രയാക്കാത്തത്. ഇനിയാണ് കാതലായ പ്രസംഗം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ 4 ചാലുകൾ നിങ്ങളെ ഞാൻ വരച്ച് കാണിക്കുന്നു. ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നു ഒരേക ലോക ഭരണം. മോഡി സാർ അബുദാബിയിൽ പറഞ്ഞു ഒരുവൻ ലോകം ഭരിക്കണം. ബ്രിക്സ് ഉച്ചകോടിയിൽ ആര് പറഞ്ഞു? ഈ പിന്നെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അത് കഴിഞ്ഞിട്ട് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, അത് കഴിഞ്ഞിട്ട് കൊറിയക്കാരൻ പറയുന്നു ഒരുവൻ്റെ കയ്യിൽ ലോകഭരണം വരണം. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു അമേരിക്കയുടെ ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ ഇസ്രായേൽ പ്രൈസലോൺ ട്രംപ് എലോൺ മസ്കിനോട് ചേർന്നിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു കൈ കൊടുക്കുന്നെങ്കിൽ ഒരേക ലോകഭരണം വരാറായി. അതിൻ്റെ പിൻപിൽ 29-30 വത്തിക്കാനിനകത്ത് കേരളക്കാർ ലോക മത നേതാക്കൾ ഒരുമിച്ചു. ചാണ്ടിയുമ്മനെ സാധിക്കലി
ശ്രീകാവിതങ്ങൾ ടി.യു. ഖാദർ, ഇവിടുത്തെ ലോകയിട്ട പുരോഹിതന്മാർ മുഴുവൻ വത്തിക്കാനിൽ ഒരു ഏക ലോക സർമ്മ മതത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരേക ലോക ഭരണം വരാറായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ ഭരണം ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു രാജാവ് നീതിയോടെ വാഴും. കരമുയർത്തുന്നവർക്കായി അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്, ലോകത്തിൻ്റെ അവസാനത്തിന് അടയാളം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പ്. ഒരിടത്ത് ഇസ്രായേൽ 7 രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുമ്പോൾ വത്തിക്കാന്റെ പിന്തുണയോടുകൂടി ഒരിടത്ത് ട്രംപ് ഏക ലോകമതവും ഒരുമിക്കുമ്പോൾ ഒരു ഭരണാധികാരി മൈക്രോ ചിപ്പുമായി ഇവിടെ വരാൻ കാലമായി. എന്നാൽ അവൻ വരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേരിൽ പോയി സുന്ദരനായി എൻ്റെ കാന്തൻ വരാറായി. മുട്ടച്ചളി, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇതൂടെ നിങ്ങൾ കേൾക്കണം. യഹൂദൻ ഒരു കാലത്ത് മൈക്രോചിപ്പ് വെക്കത്തില്ല. അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ പടയാളികൾ IS കളിക്കാവിളയിൽ ASI വിൻസെന്റിനെ വെടിവെച്ചു വന്നവൻ്റെ ചേട്ടന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കണം. അബുദാബിയിൽ അവന്മാർ ഒരു യഹൂദ പുരോഹിതനെ കൊണ്ടുപോയി കഴുത്തറുത്താ കൊന്നത് പത്രം വായിച്ചവർക്കായി ദൈവത്തെ വാഴ്ചുന്നു. അങ്ങനെയെങ്കിൽ ഈ കൈമയിലും മുദ്രയേക്കാത്ത ഈ മൃഗത്തിൻ്റെ പ്രതിമ, പുറപ്പാട് 20:4, ഈ റോബോട്ടിനെ യഹൂദൻ വണങ്ങത്തില്ല. ആകാശത്തിലും കീഴ ഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലും യാതൊന്നിൻ്റെ വിഗ്രഹത്തെ അവൻ വണങ്ങത്തില്ല. അന്ന് ISന്റെ മിലിറ്ററിക്കാരെന്ത് ചെയ്യുന്നറിയാമോ? ഇത് വെക്കാത്ത യഹൂദന്റെ കഴുത്തറക്ക്. അതാ ദേവനേശൻ പാസ്റ്റർ സഭയെടുക്കപ്പെട്ടാൽ പീഡാകാല രക്തസാക്ഷികൾ കരമുയർത്തുന്നവർക്കായി അവൻ ന്യായാസനങ്ങളെ തുറന്നു. മൃഗത്തോട്, അതിൻ്റെ പ്രതിമയോട്, അതിൻ്റെ സംഖ്യയോട്, അത് മാത്രമല്ല തലയറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിന്നു. ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരിടവേളയിലേക്ക് യോഹന്നാൻ 14:30 ഇവനെപ്പറ്റി യേശു എന്ത് പറഞ്ഞു? അതുകൊണ്ട് ഇന്ന് രാത്രി യോഹന്നാൻ 14:30 വായിച്ചാട്ട് കുഞ്ഞ്. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല. ആ ക്രൂശീകരണത്തിൻ്റെ തലേന്ന് മേല് വീടൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ വീട് കരഞ്ഞിട്ട് ബാക്കി പറയുന്ന ഞാൻ ഇനി അധികം സംസാരിക്കില്ല. അടുത്ത വാക്ക്, ലോകത്തിന്റെ പ്രഭു വരുന്നു. ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, ലോകത്തിന്റെ പ്രഭു വരുന്നു. അടുത്തത്, അവന് എന്നോട് ഒരു കാര്യവുമില്ല. യേശുവിനോട് ഒരു കാര്യമില്ല, പിന്നെ യേശുവിൻ്റെ മക്കളോട് എന്തുവാ കാര്യം? കര ഉയരുന്നില്ലല്ലോ. പെന്തിക്കോസ്തുകാർക്ക് സന്തോഷമില്ലല്ലോ. പാസ്റ്റർമാർ ഇവിടെ ഇരിക്കുക, വെള്ളയുടെ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ്. ഇന്ന് ചില കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് അന്തിക്രിസ്തു വരുമെന്ന്. സ്വത്രം, അന്തിക്രിസ്തു അല്ല ആദ്യം വരുന്നത്. ആൻറ്റി ക്രൈസ്റ്റോ അവൻ്റെ അമ്മായിയപ്പനുമല്ല ആദ്യം വരുന്നത്. തൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച തൻ്റെ മക്കളെ ചേർക്കുവാൻ. യേശുവിനോട് അവനൊരു കാര്യമില്ലേ, നമ്മളോട് എന്ത് കാര്യം? ആരെ ചേർക്കുക? ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഇന്നത്തെ പത്രവാർത്തകൾ, ലോക സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണിക്കുമ്പോൾ ഇനി കാലം അധികമില്ല. മുട്ടച്ചല് വെള്ളറുടെ 100 കണക്കിന് പ്രഭാഷണം കേട്ട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഈ 2024 മുട്ടച്ചൽ എന്ന് പറയുന്നു നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറി അറുക്കപ്പെട്ട കുഞ്ഞാട് പരമയാഗമായെങ്കിൽ ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് യേശു എൻ്റെ ഏക ദൈവ, യേശു എൻ്റെ ഏക രക്ഷക, അവൻ എൻ്റെ ഏക കർത്താവ്. നിന്ന് രാത്രി ആര് കരമുയർത്ത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്ക. കാന്തൻ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഒരു ഭാഗം മൃഗത്തോട്, അതിൻ്റെ പ്രതിമയോട്, അതിൻ്റെ സംഖ്യയോട്, അതിൻ്റെ മുദ്രയോടും വിജയിച്ചവർ, അതിനുശേഷം അത് ധരിക്കാതെ തല ഛേദിക്കപ്പെട്ട ആത്മാക്കൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ 1000 ആണ്ട് വാണ്.